ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അക്കാഡമീസ് PSC കേരള എക്കണോമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ കേരള എക്കണോമിയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്ന ടോപ്പിക്കാണ് റിസോഴ്സ് മൊബിലൈസേഷൻ. ഓക്കെ, റിസോഴ്സ് മൊബിലൈസേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ആദ്യം നമുക്ക് അറിയേണ്ട കാര്യം എന്താണ് ഈ റിസോഴ്സ് മൊബിലൈസേഷൻ എന്നറിയാണല്ലേ. എന്ത് കാര്യം പഠിക്കുമ്പോഴെന്താണ് ആ ടോപ്പിക് എന്ന് ആദ്യം കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കി പോകാൻ വേണ്ടി സാധിക്കും അല്ലേ. സോ എന്താണ് റിസോഴ്സ് മൊബിലൈസേഷൻ എന്ന രീതിയിൽ നമുക്ക് ആദ്യം പഠിക്കാനുണ്ട്. അതിനുശേഷം ഈ റിസോഴ്സ് മൊബിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ കേരള ഗവൺമെൻറ് പ്രധാനപ്പെട്ട പദ്ധതികൾ, അസംഷൻസ്, റെക്കമെൻഡേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്കിതിൽ നോക്കാനുള്ളത്. സോ ഡയറക്റ്റ് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യം എന്താണ് റിസോഴ്സ് മൊബിലൈസേഷൻ എന്നറിയാണല്ലേ. അതിൽ നമുക്ക് അറിയുന്ന രണ്ട് ടേമുകൾ തന്നെയാണ്. റിസോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിഭവമാണ്. മലയാളത്തിൽ പറഞ്ഞാൽ വിഭവം എന്ന് പറയാം. മൊബിലൈസേഷൻ എന്താണ്? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ എന്താണ് സാധനങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങൾ എത്തിക്കുകയാണല്ലേ. സോ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ വിഭവവും മൊബിലൈസേഷൻ എന്ന് പറഞ്ഞാൽ മൂവ്മെൻറ്റുമാണ്. സോ രണ്ടും ഒന്ന് കൂട്ടി വായിച്ചു നോക്കി നിങ്ങൾ. റിസോഴ്സ് മൊബിലൈസേഷൻ എന്ന് പറയുമ്പോൾ വിഭവങ്ങൾ കൃത്യമായുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിക്കുക. അതിൻ്റെ മീനിങ് എന്താണ്? വിഭവങ്ങൾ വെറുതെ വെച്ച് കഴിഞ്ഞാൽ വിഭവങ്ങളെ കൊണ്ട് എന്ത് റിസോഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമൻ റിസോഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള മൈൻസ് ആയിക്കോട്ടെ, പെട്രോളിയം ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ആ റിസോഴ്സ് ഒരു സ്ഥലത്ത് ചുമ്മാ നിൽക്കുമ്പം അതിനൊരു രീതിയിലുള്ള വാല്യൂ ഉണ്ടാകത്തില്ല അല്ലേ. അത് കൃത്യമായിട്ടൊരു എൻഡ് പ്രൊഡക്റ്റ് ആവുന്ന രീതിയിൽ അല്ലെങ്കിൽ എക്കണോമിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു പ്രൊഡക്റ്റ് ആകുമ്പോഴാണ് അതിനെക്കൊണ്ട് നമ്മുടെ രാജ്യത്തിനൊക്കെ നേട്ടേണ്ടാകുന്നല്ലേ. സിമ്പിൾ ഈ പറഞ്ഞ കാര്യം മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കിപ്പോൾ ഒരു ഫാക്ടറി ഉണ്ട്. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ ഒരു ഫാക്ടറി ഉണ്ട്. ഒരു കാർ നിർമ്മിക്കുന്ന ഒരു ഫാക്ടറിയാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങളുടെ അണ്ടറിൽ ഏതാണ്ട് ഒരു 10,000 ജോലിക്കാരുണ്ട്. ഓക്കെ, വർക്കേഴ്സ്, ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയാം. വർക്കേഴ്സ് 10,000-ഓളം വർക്കേഴ്സ് ഉണ്ട്. സോ നിങ്ങളുടെ അടുത്ത് എന്താണ്? ഒരു 10 ടൺ സ്റ്റീലുണ്ട്. 10 ടണ്ണ് സ്റ്റീലുണ്ട്. അതുപോലെ തന്നെ 1,00,000 ടയർ ഉണ്ട് നിങ്ങളുടെ കയ്യിൽ. അതുപോലെ തന്നെ വാഹനം ഉണ്ടാക്കാൻ വേണ്ടി ഗ്ലാസ് ആയിക്കോട്ടെ. ഓക്കെ, ഗ്ലാസും കാര്യങ്ങളും എന്താണ് അതും ഒരു ടൺ ഉണ്ടെന്ന രീതിയിൽ വിചാരിക്കും. ഇതൊക്കെ ചുമ്മാ അവിടെ വെച്ചിട്ട് 10,000 വർക്കേഴ്സ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ കാർ ഉണ്ടാവും? ഒരിക്കലും ഉണ്ടാവത്തില്ല അല്ലേ. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വർക്കേഴ്സ്, സ്റ്റീല്, അതുപോലെ ടയർ, ഗ്ലാസ്, ഇനി ഇൻഫർടൈൻമെൻറ്റ്, പ്ലാസ്റ്റിക് പാർട്സ് എല്ലാം കൂടെ എന്താണ് ഒന്നിക്കണം അല്ലേ. അല്ലെങ്കിൽ ഈ പറയുന്ന ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മൾ തന്നെ മനുഷ്യന്മാരെന്താണ് ഇതിനെയൊക്കെ ഒന്നിപ്പിക്കണം. അത് കൃത്യമായിട്ട് എവിടെ എങ്ങനെയെന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ രീതിയിൽ ആവശ്യങ്ങളനുസരിച്ച് നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ, അതിനെയാണ് റിസോഴ്സ് മൊബിലൈസേഷൻ എന്ന രീതിയിൽ പറയുന്നത്. നമുക്ക് എന്തൊക്കെ എവിടെയൊക്കെ ആവശ്യമുണ്ടോ അത് കൃത്യമായിട്ട് എത്തിക്കുക. ഇതാണ് റിസോഴ്സ് മൊബിലൈസേഷൻ. ഇനി ഒരു എക്സാമ്പിൾ കൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഡേ ടു ഡേ ലൈഫ് തന്നെ, ആ ഒരു കാര്യം മനസ്സിലായിട്ടില്ല, അത് പോട്ടെ. ഡേ ടു ഡേ ലൈഫ് തന്നെ നിങ്ങളൊന്ന് ഹോസ്പിറ്റലിൽ പോകണം. ഓക്കെ, ഗവൺമെൻറ് ഹോസ്പിറ്റലിനേക്കോട്ടെ, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി പോവാണ്. നിങ്ങൾ കാണിക്കാൻ വേണ്ടി പോയ സമയത്ത് നിങ്ങൾ ഏതാണ്ട് ഒരു 2 മണിക്കൂർ നിങ്ങൾ ക്യൂവിൽ നിൽക്കേണ്ടതായിട്ട് വന്നു. സോ അങ്ങനെ 2 മണിക്കൂർ ക്യൂവിൽ നിന്നപ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ദിവസം ഏതാണ്ട് 10,000 ആളുകൾ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വരുന്നുണ്ട്. ഓക്കെ, ഏതാണ്ട് 10,000 ആളുകൾ വരുന്നുണ്ട്. ബട്ട് അവിടെ എന്താണ് ഒരു 10 ഡോക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഒരു 10 ഡോക്ടേഴ്സ്, 10,000 കുറച്ച് കൂടുതലാണല്ലേ. 10,000 വേണ്ട, 1000 പേരായിക്കോട്ടെ. 1000 പേര് ഒരു ദിവസം കാണാൻ വേണ്ടി വരുന്നുണ്ട്. സോ ഇവിടെ എന്താണ് 10 ഡോക്ടേഴ്സ് മാത്രമേ ആ ഒരു ഹോസ്പിറ്റലുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ 2 മണിക്കൂർ അവിടെ ക്യൂ നിൽക്കേണ്ടതായിട്ട് വന്നത്. അതായത് ഡെയിലി ഓരോ ഡോക്ടറും എന്താണ് ആവറേജ് 100 പേഷ്യൻസിന് വെച്ചിട്ട് ഹാൻഡിൽ ചെയ്യണം അല്ലേ. സോ നിങ്ങൾ ഉടനെ എന്താണ് ഈ ഒരു കാര്യം വീഡിയോ ഒക്കെ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടുപോയിരുന്നല്ലേ. സോ കൊണ്ടുപോയിരുന്ന സമയത്ത് നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? ഈ പറഞ്ഞ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞ റിസോഴ്സ് കുറവാണ്. സോ അവിടെ എന്തെത്തിക്കണം? ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞ റിസോഴ്സ് നമ്മളിവിടെ കൊണ്ടുവരണം. ഗവൺമെൻറ് എന്ത് ചെയ്യും? ഗവൺമെൻറ് ഓൾറെഡി ഉള്ള ആളുകൾ ഒന്നുകിൽ ട്രാൻസ്ഫർ ചെയ്യും, അല്ലെങ്കിൽ പുതുതായിട്ടൊരു റിസോഴ്സിന് ആ ഗവൺമെൻറ് ഹയർ ചെയ്യുക അല്ലേ. സോ ഇതാണ് റിസോഴ്സ് മൊബിലൈസേഷൻ. നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റൽ കാണിക്കാൻ വേണ്ടി പോയി, അവിടെ 2 മണിക്കൂർ ക്യൂ നിൽക്കേണ്ടതായിട്ട് വന്നു. നിങ്ങൾക്ക് അപ്പം മനസ്സിലായി 1000 പേര് ഓരോ ദിവസം കാണിക്കാൻ വരുന്നുണ്ട്. ആകെ 10 ഡോക്ടേഴ്സേ ഉള്ളൂ. അതുകൊണ്ടാണ് ആ 10 ഡോക്ടേഴ്സ് എന്നുള്ളത് 20 ഡോക്ടേഴ്സായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഡോക്ടർക്ക് ഒരു ദിവസം 50 പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്താൽ മതി അല്ലേ. സോ ഇത്തരത്തിൽ ഡോക്ടർ എന്ന് പറയുന്ന റിസോഴ്സ് അവിടെ എന്താണ് കുറവാണെന്ന് നിങ്ങൾ ഗവൺമെൻറ് കാണിച്ചു കൊടുക്കുക. അങ്ങനെ ഗവൺമെൻറ് എന്താണ് പുതുതായിട്ട് എക്സ്ട്രാ ഒരു 10 ഡോക്ടേഴ്സിനെ കൊണ്ടുവരുന്നു. അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ഡോക്ടേഴ്സിൽ ഒരു 10 പേരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. നിങ്ങൾ പോയ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നു അല്ലേ. സോ റിസോഴ്സ് എന്താണ്? റിസോഴ്സ് ആവശ്യമുള്ളിടത്തത്
ആവശ്യമുള്ളിടത്തേക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്നു അല്ലേ. ഇതാണ് റിസോഴ്സ് മൊബിലൈസേഷൻ എന്ന രീതിയിൽ പറയുന്നത്. ഞാൻ ഈ പറഞ്ഞ രണ്ടും കാറിൻ്റെയും അതുപോലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ രണ്ട് എക്സാമ്പിൾ എന്താണ് നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞത് മാത്രമാണ്. ഗവൺമെൻറ് എന്താണ്, ഗവൺമെൻറ് പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ നോക്കുമ്പോൾ കേരളം ആയിക്കോട്ടെ ഇന്ത്യ ആയിക്കോട്ടെ, അവിടെ എന്താണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ജോഗ്രഫിക്കലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് റിസോഴ്സ് നമുക്ക് ലഭ്യമാണല്ലേ. നമ്മുടെ ഇന്ത്യയിൽ എന്താണ് മൈൻസ് ഉണ്ട്, ഒരുപാട് മൈൻസ് ഉണ്ട്. അതിപ്പം കോളായിക്കോട്ടെ അല്ലെങ്കിൽ അയൺ ആയിക്കോട്ടെ ഗ്രാഫൈറ്റ് ആയിക്കോട്ടെ എല്ലാത്തിനെയും മൈക്ക് അതൊക്കെ നമുക്ക് മൈൻസും കാര്യങ്ങളും ലഭ്യമാണല്ലേ. ഒരുപാടില്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിനുള്ള മൈൻസും കാര്യങ്ങളും നമുക്ക് ലഭ്യമാണ്. ഈ മൈൻസ് ഉണ്ടെന്ന് വിചാരിച്ച് അതും നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ മൈൻസ് നോക്കിയിരുന്നാൽ ശരിയാവും? ഇല്ല. ഈ മൈൻസിലുള്ള കാര്യങ്ങൾ എങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യണം, അല്ലെങ്കിൽ എക്സ്ട്രാക്ട് ചെയ്യാൻ എന്തൊക്കെ റിസോഴ്സ് നമുക്ക് ആവശ്യമാണ്, അതുപോലെ എക്സ്ട്രാക്ട് ചെയ്ത നെക്സ്റ്റ് സ്റ്റേജ് എന്താണ്, സോ ഇതിനൊക്കെ ആവശ്യമുള്ള ഫണ്ടിങ്, സോ ഇതൊക്കെ കണ്ടെത്തുന്നതാണ് നമ്മൾ സിംപ്ലി റിസോഴ്സ് മൊബിലൈസേഷൻ എന്ന് പറയുന്നത് അല്ലേ. സോ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഡോക്ടർ അല്ലേ, ഡോക്ടർ എന്താണ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഡോക്ടർ എത്തിക്കുന്നു, അല്ലെങ്കിൽ പുതുതായി ഡോക്ടേഴ്സിനെ ഹയർ ചെയ്യുന്നു, അവർക്ക് എന്ത് കൊടുക്കണം, ശമ്പളവും കാര്യങ്ങളും കൊടുക്കണം അല്ലേ. ആരാണ് കൊടുക്കുന്നത്? ഗവൺമെൻറ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു, അവിടെ ഗവൺമെൻറ് അല്ലെങ്കിൽ ബന്ധപ്പെട്ട അതോറിറ്റി ആ ഒരു ശമ്പളവും കാര്യങ്ങളും കൊടുക്കണം. അതിനെന്താണ്, അതിന് ഫണ്ടും കാര്യങ്ങളും വേണം അല്ലേ. സോ ഇങ്ങനെ എല്ലാ ഒരു രാജ്യവും അല്ലെങ്കിൽ നമ്മുടെ കേരളമായിക്കോട്ടെ, കേരളം എന്ന് പറയുന്ന സംസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് ഇതുപോലെ എക്കണോമിക് ആക്ടിവിറ്റീസ് മുന്നോട്ടേക്ക് പോകണമെങ്കിൽ റിസോഴ്സ് മൊബിലൈസേഷൻ സ്മൂത്ത് ആയിരിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ കേരളം ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇന്ത്യയിൽ ബേസിക്കായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, കേരളവുമായിട്ട് ബന്ധപ്പെട്ട 5 ഇയർ പ്ലാനിങ്ങിൽ പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻ റിസോഴ്സ് മൊബിലൈസേഷന് വേണ്ടിയിട്ട് അവർ പണപരമായിട്ട് ചെയ്യുന്ന റെക്കമെൻഡേഷൻ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവർ പറയുന്ന ചലഞ്ചസ് എന്തൊക്കെയാണ്, അതൊക്കെയാണ് പരീക്ഷയ്ക്ക് ചോദ്യങ്ങളായിട്ട് വരാനുള്ള സാധ്യത. ഓരോന്നായിട്ട് നമുക്ക് പഠിച്ച് മുന്നോട്ടേക്ക് പോകും. സോ റിസോഴ്സ് മൊബിലൈസേഷൻ എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. റിസോഴ്സ് അല്ലെങ്കിൽ വിഭവങ്ങൾ എന്താണ്, ആവശ്യമുള്ള സ്ഥലത്തേക്ക് അല്ലെങ്കിൽ കൃത്യമായിട്ട് എന്താണ് കൂട്ടി യോജിപ്പിക്കുന്നത്. അതൊരു ലോക്ക്ഡൗൺ എന്ന് പറയുന്ന ആ ഒരു പീരീഡിൽ നിന്ന് നമുക്ക് എന്താണ് ആവശ്യമായ സ്ഥലത്തേക്ക് റിസോഴ്സിനെ എത്തിക്കുന്നു. എവിടെയാണോ റിസോഴ്സ് കൃത്യമായിട്ട് വേണ്ടത് അവിടെയൊക്കെ എന്ത് റിസോഴ്സ് ആയിക്കോട്ടെ. ഞാനിപ്പം ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞെന്ന് കരുതി മനുഷ്യന്മാർ മാത്രമല്ല, ഇപ്പം ഏതെങ്കിലും ഒരു സ്ഥലത്ത് എന്താണ് ഒരു മെഷീൻ വേണം, അല്ലെങ്കിൽ ഒരു വാഹനം വേണം, ആ ഒരു റിസോഴ്സൊക്കെ നമുക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കും അല്ലേ. എത്തിക്കണമെങ്കിൽ മാത്രമേ എക്കണോമിക് ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ മുന്നോട്ടേക്ക് പോകത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇപ്പം ഏതെങ്കിലും രീതിയിൽ ഒരു PSU അല്ലെങ്കിൽ ഗവൺമെൻറ് അണ്ടറിൽ വരുന്ന ഒരു കമ്പനി, ആ കമ്പനിയിൽ കഴിഞ്ഞ 20 കൊല്ലമായിട്ട് ഒരേ മെഷീൻ തന്നെയാണ് ഉപയോഗിക്കുന്നത് അല്ലേ. സോ അവിടെ എന്താണ്, അവിടെ പുതിയൊരു റിസോഴ്സ് എന്ന രീതിയിൽ പുതിയ മെഷീൻ ആവശ്യമാണ്. എങ്കിൽ മാത്രമേ മോഡേൺ ടെക്നോളജിയൊക്കെ ബേസ് ചെയ്തിട്ട് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. സോ സിംപ്ലി റിസോഴ്സ് മൊബിലൈസേഷൻ എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആദ്യം നമ്മൾ ഇന്ത്യയുടെ പോയിന്റ് ഓഫ് വ്യൂ കാര്യങ്ങൾ നോക്കും. അതിന് മുൻപ് നമ്മൾ എന്താണ് ഈ ഒരു കാര്യം എന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. അതിനുശേഷം ഇന്ത്യയുടെ പോയിന്റ് ഓഫ് വ്യൂ കാര്യങ്ങൾ നോക്കും. അതിനുശേഷം കേരളത്തിൻ്റെ കാര്യങ്ങൾ. ഇത്രയുമാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. റിസോഴ്സ് മൊബിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട കേരള എക്കണോമിയിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ആ ഒരു റെക്കമെൻഡേഷൻസ്, പ്രധാനപ്പെട്ട ചലഞ്ചസ്, അതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. Okay, mobilizing is the process of assembling and organizing things for ready use or for achieving a collective goal. ഞാൻ നേരത്തെ പറഞ്ഞ കാർ അല്ലേ, കാർ തന്നെ എടുത്തു കഴിഞ്ഞാൽ കാറിന് എന്തൊക്കെയുണ്ട്, നമ്മൾ പറഞ്ഞതുപോലെ വർക്കേഴ്സ് ഉണ്ട്, അതുപോലെ ഗ്ലാസ് ഉണ്ട്, ടയർ ഉണ്ട്, പ്ലാസ്റ്റിക് ഉണ്ട്. ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ചുമ്മാ നോക്കിയിരുന്നു കഴിഞ്ഞാൽ ഇതൊന്നും തനിച്ചെന്താണ് വന്ന് കാറാവത്തില്ല അല്ലേ. സോ ഈ ഓരോ റിസോഴ്സും എന്താണ് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ റിസോഴ്സൊക്കെ കണക്റ്റഡ് ആയാൽ മാത്രമേ, അസംബ്ലി ചെയ്താൽ മാത്രമേ നമുക്ക് എൻഡ് പ്രൊഡക്റ്റായിട്ട്, കാർ എന്ന് പറയുന്ന എൻഡ് പ്രൊഡക്റ്റായിട്ട് നമ്മുടെ കളക്റ്റീവ് ഗോൾ, ഇവിടെ കളക്റ്റീവ് ഗോൾ എന്താണ്, ഒരു കാർ മാനുഫാക്ചറിങ് കമ്പനിയുടെ കളക്റ്റീവ് ഗോൾ എന്താണ്, ടു മേക്ക് എ കാർ, അല്ലെങ്കിൽ കാർ മേക്കിംഗ് ആണ് അവരുടെ കളക്റ്റീവ് ഗോൾ അല്ലേ. സോ ആ ഒരു ഗോൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ദ ടേം മൊബിലൈസേഷൻ ഓഫ് റിസോഴ്സ് ഷുഡ് ബി സീൻ ഇൻ ദ സെയിം കോണ്ടക്സ്റ്റ്. അതായത് മൊബിലൈസേഷൻ ഓഫ് റിസോഴ്സ് എന്ന് പറയുമ്പോൾ ആവശ്യമുള്ള സ്ഥലത്തേക്ക് റിസോഴ്സിനെ എത്തിക്കുക അല്ലേ. എന്താണ്, ഒരു ലോക്ക്ഡ് റിസോഴ്സിനെ നമ്മൾ എന്താണ് ഫ്രീയിങ് അപ്പ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കൽക്കരി ആയിക്കോട്ടെ, ഭൂമിക്കടിയിലുള്ള കൽക്കരി അല്ലേ, അത് നമ്മളെന്താണ് നമ്മൾ കുഴിച്ചെടുത്തിട്ട് അതിന് കൃത്യമായുള്ള എക്സ്ട്രാക്ട് ചെയ്തിട്ട് വേണം അതെന്താണ് ഒരു എൻഡ് പ്രൊഡക്റ്റായിട്ട് നമ്മൾ മാറ്റാൻ വേണ്ടി. മൊബിലൈസേഷൻ ഓഫ് റിസോഴ്സ് മീൻസ് ദ ഫ്രീയിങ് അപ്പ് ഓഫ് ദ ലോക്ക്ഡ് റിസോഴ്സ്. അതൊക്കെ പരീക്ഷയ്ക്ക് ചോദ്യങ്ങളായിട്ട് വരാം. ഇനി ഈ പറയുന്ന റിസോഴ്സ് അല്ലെങ്കിൽ വിഭവങ്ങളെ നമ്മൾ മെയിനായിട്ട് രണ്ടായിട്ട് തരംതിരിക്കുമല്ലോ. ഒന്നെന്താണ് നാച്ചുറൽ റിസോഴ്സ്, മറ്റൊന്ന് ഹ്യൂമൻ റിസോഴ്സ്. എന്താണ് രണ്ടുമെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ചിലപ്പം അതും ചോദ്യം വരാം. താഴെ പറഞ്ഞ എന്തൊക്കെയാണ് നാച്ചുറൽ റിസോഴ്സ്, എന്തൊക്കെയാണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന രീതിയിൽ ചോദ്യം വരാം. നാച്ചുറൽ റിസോഴ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ടല്ലേ. കോള്, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്, വാട്ടർ, സ്പെക്ട്രം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഈ പറയുന്ന നാച്ചുറൽ റിസോഴ്സിനെ പറയാൻ വേണ്ടി സാധിക്കും അല്ലേ. സോ ആ ഒരു കാര്യം ഒന്ന് ഓർത്തേക്കണം. കോള്, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഹ്യൂമൻ റിസോഴ്സ് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ലേബർ ഫോഴ്സ് ആൻഡ് ഇന്റലക്ച്വൽ കപ്പാസിറ്റി ഓഫ് എ
നേഷൻ. അതായത് ബുദ്ധിപരമായുള്ള മനുഷ്യൻ്റെ എന്താണ് നമ്മുടെ സാധനങ്ങൾ മാത്രമല്ല, അല്ലെങ്കിൽ സാധനങ്ങൾ നിർമ്മിക്കുക മാത്രമല്ല, മനുഷ്യൻ എന്താണ് കമ്പ്യൂട്ടർ ആ ഒരു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ബുദ്ധിപരമായിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. ഹ്യൂമൻ റിസോഴ്സ് IT കമ്പനി ആ ഒരു കാര്യങ്ങളൊക്കെ അറിയാലോ. സോ രണ്ടിനെയും നമുക്ക് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാം. മൊബിലൈസേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സ്. ഈ പറയുന്ന ഭൂമിയിലെ കാര്യങ്ങൾ നമ്മൾ എന്താണ് നമ്മളൊരു കളക്റ്റീവ് ഗോളിന് വേണ്ടിയിട്ട് കാർ നിർമ്മാണമാണെങ്കിൽ എങ്ങനെ അതിന് എൻഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കാറാണല്ലേ, ഫൈനൽ കാറാണ് എൻഡ് പ്രൊഡക്റ്റ്. എങ്ങനെ ആ ഒരു കാർ ഉണ്ടാക്കാം, ആ കളക്റ്റീവ് ഗോളിലേക്ക് കാര്യങ്ങൾ എങ്ങനെ അസംബ്ലി ചെയ്യുന്നു. സോ അത്തരത്തിൽ മൊബിലൈസേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സ് പറയുമ്പോൾ ഇന്ത്യ ത്രൂ കൺട്രി വിത്ത് സഫിഷ്യൻറ്റ് റിസർവ് ഡ്യൂ ടു പോളിസി ബോട്ടിൽ ഈസ് ഇമ്പോർട്ടിങ് കോൾ ആൻഡ് അയൺ. ഇതെന്താണ് പറയുന്നത് വെച്ചാൽ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് നമുക്ക് ഭൂമിശാസ്ത്രപരമായിട്ട് അത്യാവശ്യം കോളും അയണൊക്കെ ലഭ്യമാണല്ലേ. ഇന്ത്യയുടെ ആവശ്യത്തിന് വേണ്ടിയുള്ള കോളും അയണൊക്കെ നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ലഭ്യമാണ്. ബട്ട് ഇഷ്യൂ എന്താണ്, നമുക്കിതൊന്നും ഉപയോഗിക്കാൻ വേണ്ടി പറ്റത്തില്ല. ഏതെങ്കിലും രീതിയിലുള്ള മൈനിങ് ആക്ടിവിറ്റിയും കാര്യങ്ങളും വരുമ്പം അവിടെ പരിസ്ഥിതിക്ക് പ്രശ്നമുണ്ടാവും അല്ലേ. സോ പരിസ്ഥിതിക്ക് പ്രശ്നങ്ങൾ രൂക്ഷമാകുന്ന സമയത്ത് അതിലേക്ക് പല ആക്ടിവിസ്റ്റുകളും ഇടപെടും. ആ ഒരു പരിപാടി അവിടെ വെച്ച് നിർത്തേണ്ടതായിട്ട് വരും. പിന്നെ ഗവൺമെൻറ് ഒരുപാട് പോളിസീസ് ഉണ്ട് ഇത്തരത്തിൽ. ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു പ്രദേശം, ഇപ്പോൾ രാജസ്ഥാനാവട്ടെ, രാജസ്ഥാനിലൊരു പ്രദേശത്ത് 1000 ടണ്ണ് കോൾ ഉണ്ടെന്ന രീതിയിൽ വിചാരിക്കാം, 1000 ടണ്ണ് കോൾ ഉണ്ടെന്ന രീതിയിൽ വിചാരിക്കാം. ഇവിടെ നമ്മൾ കോൾ കുഴിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് എന്താണ് ചിലപ്പം ഏതെങ്കിലും രീതിയിലുള്ള എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് വരും അല്ലേ. സോ ഗവൺമെൻറ് ഏതെങ്കിലും ഒരു പോളിസി ഇവിടെ വയലേറ്റ് ചെയ്യപ്പെടും. അവിടെ നമ്മൾ എന്ത് മറക്കേണ്ടി വരും, 1000 ടണ്ണ് കോൾ എന്ന് പറഞ്ഞ ഒരു കാര്യം നമ്മളവിടെ താൽക്കാലികമായിട്ട് മറക്കേണ്ടി വരും അല്ലേ. പിന്നെ ഈ പറയുന്ന 1000 ടൺ നമ്മൾ എങ്ങനെ കണ്ടെത്തും, UK അല്ലെങ്കിൽ US അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യം നമ്മളെന്താണ് ഇമ്പോർട്ട് ചെയ്യും. ആലോചിച്ച് നോക്കിയേ, നമ്മുടെ കയ്യിൽ തന്നെ സാധനം ഉണ്ടായിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, മറ്റേതെങ്കിലും രാജ്യത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നു. നമ്മുടെ കയ്യിൽ സാധനമുണ്ട്, ബട്ട് അത് നമുക്ക് എന്താണ് എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. പല രീതിയിലുള്ള പ്രശ്നങ്ങൾ കാരണം നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. സോ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് വേണം, മറ്റു രാജ്യങ്ങൾക്ക് പൈസ കൊടുക്കണം അല്ലേ. ഇമ്പോർട്ട് ചെയ്യുമ്പോൾ മറ്റു രാജ്യങ്ങൾക്ക് പൈസ കൊടുക്കണം. ഇതെന്താണ്, ഇത് നമ്മുടെ ധനക്കമ്മി അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. നമ്മളെന്താണ് എല്ലാ കാര്യങ്ങളും നമ്മൾ കോടിക്കണക്കിന് രൂപയായിരിക്കും, ഇത്ര 10,000 കോടി 20,000 കോടി രൂപ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പേയ്മെൻ്റ് ഒക്കെ നടത്തുന്നത്. ഇത്രയും തുക എടുത്ത് ഒറ്റയടി കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കത്തില്ല അല്ലേ. സോ നമ്മുടെ ധനക്കമ്മി എന്താണ് കൂടിക്കൂടി വരും. അതായത് നമ്മുടെ രാജ്യത്തിനുള്ളിൽ കൃത്യമായിട്ട് റിസോഴ്സ് ഉണ്ടായിട്ട് പോലും എന്താണ് നമുക്കത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. എന്ത് കാരണമാണ്, ഡിഫറെൻറ്റ് പോളിസീസ്, അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ്, പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ മൊബിലൈസേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സിൽ നമ്മൾ ആദ്യം പറയേണ്ട ഒരു കാര്യമാണ്, ഓർത്ത് വയ്ക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് തന്നെ നമ്മുടെ കേരളത്തിൽ തന്നെ ലഭ്യമായുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. ഒരുപാട് ബാരിയേഴ്സ് വരുന്നല്ലേ. India is also facing technological obstacles to exploit some of the natural resources. അതുപോലെ തന്നെ പല രാജ്യങ്ങളും എന്താണ് ഒരുപാട് മോഡേൺ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ടെക്നോളജീസ് യൂസ് ചെയ്തിട്ട് ഈ പറയുന്ന മൈനിങ്ങും കാര്യങ്ങളും ചെയ്യാറില്ലേ. സോ ചില ടെക്നിക്ക് അല്ലെങ്കിൽ ടെക്നോളജിയൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് പരമാവധി എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് നമുക്ക് കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. ബട്ട് അതെന്താണ് വളരെ എക്സ്പെൻസീവ് ആയിരിക്കും. അതുപോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഇന്ത്യക്ക് പലപ്പോഴും അഫോർഡ് ചെയ്യാനും പറ്റുന്നില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ടെക്നോളജി നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നില്ല. അതും എന്താണ് നാച്ചുറൽ റിസോഴ്സിൻ്റെ മൊബിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് മൊബിലൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ഈ ഭൂമിക്കടി കിടക്കുന്ന സാധനം മുകളിലേക്ക് വരണം അല്ലേ, നമ്മൾ എടുക്കണം, നമ്മൾ കൃത്യമായിട്ട് എക്സ്ട്രാക്ട് ചെയ്യണം. അത് നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. സോ അത് കഴിഞ്ഞാൽ മാത്രം, ഇത്തരത്തിൽ ഈ ഒരു കാര്യം കഴിഞ്ഞാൽ മാത്രമേ എന്താണ് നമുക്കത് ഒരു പ്രൊഡക്റ്റായിട്ട് വിൽക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. വിറ്റ് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഇന്ത്യക്കായിക്കോട്ടെ കേരളത്തിനായിക്കോട്ടെ വരുമാനം ലഭിക്കത്തുള്ളൂ. കൃത്യമായിട്ട് റിസോഴ്സ് മൊബിലൈസേഷൻ നടന്നാൽ മാത്രമേ നമ്മുടെ ഗവൺമെൻറ്റിന് വരുമാനം ലഭിക്കത്തുള്ളൂ. നിങ്ങളുടെ വീട്ടിലൊരു കാര്യം ഒന്ന് ആലോചിക്കുക. ഇപ്പം നിങ്ങളെന്താണ് കൃഷി നടത്തുന്നു, പച്ചക്കറി കൃഷിയും കാര്യങ്ങളൊക്കെ നടത്തുന്നു. നിങ്ങൾക്ക് എന്താണ് ടൺ കണക്കിന് പച്ചക്കറി മാസം ലഭിക്കുന്നത്. ഈ പറയുന്ന ടൺ കണക്കിന് പച്ചക്കറി കൃത്യമായിട്ട് നിങ്ങൾക്ക് വിറ്റു പോകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വിറ്റു പോകാൻ വേണ്ടി സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ വരുമാനം വരത്തുള്ളൂ. അല്ലാതെ എന്താണ് ഈ പച്ചക്കറിയും വെച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് ഇത് നോക്കിയിരിക്കാനാണെങ്കിൽ ഒരു വരുമാനമൊന്നും വരത്തില്ല അല്ലേ. അതേ അവസ്ഥയാണ് നമ്മുടെ ഇന്ത്യയുടെ കാര്യവും വരുന്നത്. ഇതുപോലെ ഒരുപാട് പോളിസീസും ഇഷ്യൂസൊക്കെ വരുന്നുണ്ട്. ആ ഒരു പ്രശ്നങ്ങളൊക്കെ മറികടന്നു വേണം നമ്മൾ മുന്നോട്ടേക്ക് പോകാൻ. ഇന്ത്യ ഈസ് ഓൾസോ സഫറിംഗ് ഫ്രം എൻ ഡൊമസ്റ്റിക് ഫാക്ടേഴ്സ് ലൈക്ക് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്, റെസിസ്റ്റൻസ് ഫ്രം ദ ട്രൈബൽ പീപ്പിൾ ടു ഡെവലപ്മെന്റ് ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് റിസോഴ്സ്, ഇന്റർസ്റ്റേറ്റ് കോൺഫ്ലിക്റ്റ്, ഡിസ്പ്യൂട്ട്സ് വെൻ നെയ്ബറിംഗ് കൺട്രീസ്. ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസ് വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് വരെ അല്ലേ. ഏതെങ്കിലും ഒരു പാർട്ടി എന്താണ് ഇത്തരത്തിൽ ഒരു മൈനിങ് ആക്ടിവിറ്റി അല്ലെങ്കിൽ ഇതുപോലെയുള്ള റിസോഴ്സ് കണ്ടെത്തിയിട്ട് അവിടുന്ന് മൈനിങ് ആക്ടിവിറ്റി നടത്തുമ്പോൾ ഉടനെ വരും, ആ ഒരു പ്രശ്നമായിട്ട് വരും അല്ലേ. റെസിസ്റ്റൻസ്
ഫ്രം ട്രൈബൽ പീപ്പിൾ ടു ഡെവലപ്മെന്റ് ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് റിസോഴ്സ്. ഇത്തരത്തിലുള്ള റിസോഴ്സ് കണ്ടെത്തി കഴിഞ്ഞാൽ ആ ഒരു ട്രൈബൽ ഏരിയയിലൊക്കെ വരുമ്പോൾ പലപ്പോഴും പ്രതിഷേധങ്ങൾ വരാറുണ്ടല്ലേ, അവരുടെ ആവാസ വ്യവസ്ഥ നശിപ്പിക്കപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നങ്ങൾ വരാറുണ്ട്. സോ അങ്ങനെയുള്ള ഇഷ്യൂസും അവിടെ ഉണ്ട്. അതും അവരുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ന്യായമാണ്. ബട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ എക്കണോമി വെച്ച് നോക്കുമ്പോൾ എന്താണ്, ഇതുപോലെയുള്ള ലഭ്യമായുള്ള കാര്യങ്ങൾ നമുക്ക് എടുത്തേ പറ്റത്തുള്ളൂ, എങ്കിലേ രാജ്യം മുന്നോട്ടേക്ക് പോകത്തുള്ളൂ. ആ ഒരു റിസോഴ്സ് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്താണ് ഈ പറയുന്ന രീതിയിൽ എക്കണോമിക് നേട്ടങ്ങൾ സ്വന്തമാക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ അല്ലേ. ഇൻഡർസ്റ്റേറ്റ് കോൺഫ്ലിക്റ്റ് വരുന്നുണ്ട് ചിലപ്പം ചില രാജ്യങ്ങളുടെ സംസ്ഥാനങ്ങളുടെ ബോർഡേഴ്സിൽ ഇതുപോലെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ വരാറുണ്ട്. സോ അങ്ങനെ വരുമ്പോൾ സംസ്ഥാനങ്ങൾ തമ്മിൽ അടി വരും അല്ലേ. ഫോർ എക്സാമ്പിൾ ഇപ്പം മുല്ലപ്പെരിയാർ ഡാമുമായിട്ട് ബന്ധപ്പെട്ടും കാവേരി തർക്ക വിഷയം അതൊക്കെ ഇല്ലേ, അതൊക്കെ എന്താണ്, ഒരു റിസോഴ്സാണല്ലേ, ജലം എന്ന് പറഞ്ഞ റിസോഴ്സാണ്. അത് തമ്മിൽ ഇഷ്യൂസ് വരാറുണ്ട്. അത് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. ഡാമുമായിട്ട് ബന്ധപ്പെട്ട വൈദ്യുതി പ്രൊഡ്യൂസ് ചെയ്യുന്നു, ആ ഒരു വൈദ്യുതി വിൽക്കുന്നു, വരുമാനം വരുന്നു. ഈ വരുമാനം ഏത് സംസ്ഥാനം എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അടിയാണല്ലേ. ഡിസ്പ്യൂട്ട്സ് വിത്ത് നെയ്ബറിംഗ് കൺട്രീസ്, സെയിം എന്താണ്, രാജ്യങ്ങൾ തമ്മിലും തർക്കങ്ങൾ വരാറുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട തർക്കങ്ങൾ വരാറുണ്ട്. ഇന്ത്യ ചൈന റീസെൻ്റ് ആയിട്ടൊരു ഡാമുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇനി മൊബിലൈസേഷനും ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യ ലോകരാജ്യത്ത് ഏറ്റവും ലീഡിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യം ഹ്യൂമൻ റിസോഴ്സ് ആണല്ലേ. 140 കോടിയിലധികം ജനസംഖ്യ നമ്മുടെ ഇന്ത്യയിലുണ്ട്. സോ നമുക്ക് ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ 140 കോടി ജനങ്ങൾക്കും തൊഴിൽ നൽകുക എന്നതല്ല, മറിച്ച് എന്താണ്, അതിൽ ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകളുടെ സ്കിൽ ഡെവലപ്മെൻറ്റിലൂടെ രാജ്യത്തിൻ്റെ വികസനം കൊണ്ടുവരിക. സോ നമുക്ക് ഏറ്റവും മികച്ച രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നൊരു കാര്യമാണ് ഹ്യൂമൻ റിസോഴ്സ്. ഹ്യൂമൻ റിസോഴ്സ് പ്രോപ്പർ ആണെങ്കിൽ മറ്റു കാര്യങ്ങൾ അല്ലെങ്കിൽ നാച്ചുറൽ റിസോഴ്സ് നമുക്ക് അത് വെച്ചിട്ട് കൃത്യമായിട്ട് മാനേജ് ചെയ്തിട്ട് പോകാൻ വേണ്ടി സാധിക്കും അല്ലേ. ഓർഗനൈസിങ് ഹ്യൂമൻ പൊട്ടൻഷ്യൽ ഫോർ റെഡി യൂസ് ഇസ് നെസസറി ഫോർ ഗ്രോത്ത് ഇൻ ഇന്ത്യ. ഇന്ത്യ മാത്രമല്ല ഏത് രാജ്യമായി കഴിഞ്ഞാലും ഹ്യൂമൻ റിസോഴ്സ്, ഈ പറയുന്ന ഹ്യൂമൻസ് ആണ് ഏത് രീതിയിലുള്ള കാര്യങ്ങളും ആക്ടിവിറ്റീസ് ചെയ്യുന്നത് അല്ലേ. ഫാക്ടറി ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ അവിടെയൊക്കെ എന്താണ് ഹ്യൂമൻസിൻ്റെ സൂപ്പർവൈസിങ്ങിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. സോ അത്തരത്തിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സ് കൃത്യമായിട്ട് അതിനെ മാക്സിമം പൊട്ടൻഷ്യൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ എക്കണോമി ഗ്രോത്ത് വരും. രാജ്യത്തിൻ്റെ മാത്രമല്ല കേരളത്തിൻ്റെ ആയാലും വരും. ഇൻഫാക്ട് ആസ് കൺട്രി ഓഫ് 140 crore പീപ്പിൾ, 140 കോടിയിലധികം ജനസംഖ്യ ഇപ്പോൾ ഉണ്ട്. ലോകത്ത് ഒന്നാമതാണ്, ചൈനയെ മറികടന്നു. ഇന്ത്യ നൗ ഈസ് ഐയിങ് മോർ ഓൺ ഇറ്റ്സ് ഹ്യൂമൻ റിസോഴ്സ് പൊട്ടൻഷ്യൽ. പണ്ട് മുതൽ അങ്ങനെ തന്നെയാണ്. ദ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ഈസ് ഓൾസോ ഫേവർ ഓഫ് ഇന്ത്യയുടെ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എന്താണ് ഒരു 18-നും 56 വയസ്സ് അല്ലെങ്കിൽ എന്താണ് ഒരു വർക്കിംഗ് പോപ്പുലേഷൻ എണ്ണം കാര്യമായിട്ട് എന്താണ് നമുക്ക് ഫേവറബിൾ ആണല്ലേ. വർക്കിംഗ് പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് എപ്പോഴും സ്റ്റുഡൻസിന് നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ ഓക്കെ, സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഒരു 18 വയസ്സ് വരെ സ്റ്റുഡൻസ് ആയിട്ടും പിന്നെ ഒരു 60 വയസ്സിന് ശേഷം എന്താണ് സീനിയർ സിറ്റിസൺ ആയിട്ടും പറയാം അല്ലേ. ഈ സ്റ്റുഡൻസ് സീനിയർ സിറ്റിസൺ രണ്ട് വിഭാഗങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് വിഭാഗം എന്താണ് നമ്മുടെ എക്കണോമിയിലേക്ക് കാര്യമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. അവരെന്താണ് സ്റ്റുഡൻസ് പഠിക്കുകയാണ്, അവർക്ക് വരുമാന മാർഗ്ഗമില്ല. 60 വയസ്സ് കഴിഞ്ഞാൽ ആളുകൾ റിട്ടയർ ചെയ്യണം, അവർക്കും വരുമാന മാർഗ്ഗം വരുന്നില്ല. സോ ഈ പറയുന്ന വരുമാന മാർഗ്ഗം ഏറ്റവും കൂടുതൽ കൊണ്ടുവരുന്നത് 18-നും 56 വയസ്സിനും ഇടയിലുള്ള ആളുകളാണ്. സോ ഇത്തരത്തിൽ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് നമ്മുടെ ഇന്ത്യക്കായാലും കേരളത്തിനായാലും ഫേവറബിൾ ആണ്. അതും നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. മൊബിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഹൈലൈറ്റ്സ് ദ നീഡ് ഓഫ് എംപവർ ഹ്യൂമൻ റിസോഴ്സ്. എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാക്സിമം നമ്മൾ യൂസ് ചെയ്യുക, സ്കിൽ ഡെവലപ്മെൻറ്റ് അതുപോലുള്ള കാര്യങ്ങൾ കൊണ്ടുവരിക. ഇനി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾ എന്താണ് നമ്മൾ കൃത്യമായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുവരണം, മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരണം. വീക്കർ സെക്ഷൻസ് ലൈക്ക് വുമൺ, ചിൽഡ്രൻ, SC, ST, OBC ഷുഡ് ബി ബ്രോട്ട് ഇൻ ടു മെയിൻ സ്ട്രീം. അവരെ കൂടി എന്താണ് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം. ഇതൊക്കെ ഹ്യൂമൻ റിസോഴ്സിൻ്റെ ഭാഗമാണ്. ഇങ്ങനെയൊക്കെ കൊണ്ടുവന്നാൽ മാത്രമേ വികസനം കൃത്യമായിട്ട് സാധ്യമാകത്തുള്ളൂ. ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റ് എന്നൊക്കെ കേട്ടില്ലേ, ആ ഒരു പരിപാടിയാണ്. അത് ഷുഡ് ബി റൈറ്റ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് വെൻ ദർ ഈസ് എ ലാക്ക് ഓഫ് സ്കിൽ ദ ജോബ് ഡിമാൻഡ് ദർ ഷുഡ് ബി സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. അതായത് ഓരോ ആളുകൾക്ക് അവർ ടാലൻറ്റഡ് ആയിട്ടുള്ള പരിപാടി ഉണ്ടാവും അല്ലേ. ഫോർ എക്സാമ്പിൾ നല്ല രീതിയിൽ പാട്ട് പാടുന്ന ഒരു വ്യക്തി ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, നല്ല രീതിയിൽ അടിപൊളിയായിട്ട് പാട്ട് പാടുന്നൊരു വ്യക്തി ഉണ്ടെന്ന് വിചാരിക്കുക. സോ ആ ഒരു വ്യക്തിക്ക് എന്താണ് പ്രത്യേകിച്ച് ആ ഒരു വ്യക്തിക്ക് അറിയാത്തൊരു പരിപാടിയാണ് പഠിപ്പിക്കുക. ഓക്കെ, അല്ലെങ്കിൽ ടീച്ചിങ് എന്ന് പറയുന്ന ആ ഒരു പരിപാടി പ്രൊഫഷനോട് ആ ഒരു വ്യക്തിക്ക് താല്പര്യമില്ല. ആ ഒരു വ്യക്തിയോട് നമ്മൾ പോയി പറയാണ് നിങ്ങൾ നാളെ മുതൽ പാട്ട് പാടണ്ട, അല്ലെങ്കിൽ യേശുദാസിനോട് പറയാണ് നിങ്ങൾ നാളെ മുതൽ പാട്ട് പാടണ്ട, നിങ്ങൾ നാളെ മുതൽ ഡോക്ടർ ആയിക്കും എന്ന് പറഞ്ഞാൽ നടക്കുന്ന പരിപാടിയാണോ? ഇല്ലല്ലേ. യേശുദാസിൻ്റെ ടാലൻറ്റ് എന്താണ്? പാട്ട് പാടുക എന്നതാണ് യേശുദാസിൻ്റെ ടാലൻറ്റ്. അല്ലെങ്കിൽ മോഹൻലാലിനോട് നമ്മൾ പറയണം, മോഹൻലാലിനോട് പറയാണ് ലാലേട്ടൻ നാളെ മുതൽ നിങ്ങൾ എന്താണ് അഭിനയിക്കേണ്ട, നാളെ മുതൽ നിങ്ങൾ
പാട്ട് പാടിയാൽ മതി എന്ന് പറയാം അല്ലേ. മോഹൻലാലിന് പാട്ട് പാടാൻ അറിയാം, അത് വേറെ കാര്യം. അല്ലാതെ അദ്ദേഹത്തിൻ്റെ മെയിൻ പ്രൊഫഷൻ എന്താണ്? ആക്ടിങ് ആണല്ലേ. സോ ആ ഒരു ആക്ടിങ് അതിനെയാണ് നമ്മൾ പരിപോഷിപ്പ് ചെയ്യേണ്ടത്. ഓരോരുത്തരുടെയും സ്കിൽ എന്താണോ അതിന് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ഇനി ആ ഒരു സ്കില്ലുമായിട്ട് ബന്ധപ്പെട്ട് ലേറ്റസ്റ്റ് അപ്ഡേഷൻസ് അല്ലെങ്കിൽ ആ രീതിയിൽ അപ്ഗ്രേഡേഷൻ നടക്കണമെങ്കിൽ അതിനുവേണ്ട സഹായവും ഗവൺമെൻറ് ചെയ്യുക. സ്കിൽ ട്രെയിനിങ് എന്നൊക്കെ കേട്ടില്ലേ. സോ ആ ഒരു കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. യൂട്ടിലൈസ് എ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്, അത് നമ്മൾ പറഞ്ഞതുപോലെ 18 to 56 വയസ്സിനിടയിലുള്ള ആ ഒരു വർക്കിംഗ് പോപ്പുലേഷൻ ഉണ്ടല്ലോ, അതിനെ മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. ഇന്ത്യ ഈസ് കറൻ്റ്ലി ലെവറിങ് ഓൺ ഇറ്റ്സ് ടെക്നോളജിസ്റ്റ്, എഞ്ചിനീയർ, ഡോക്ടർ ആൻഡ് സയൻറ്റിസ്റ്റ്, അതുപോലെയുള്ള വിഭാഗങ്ങൾ നമ്മുടെ ഇന്ത്യക്ക് എന്താണ് ഇപ്പം ആവശ്യത്തിനുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തിന് ആവശ്യമുള്ള രീതിയിൽ ലഭ്യമാണല്ലേ. അതുകൂടെ ഓർത്തു വെക്കണം. സോ എന്താണ് റിസോഴ്സ് മൊബിലൈസേഷൻ എന്ന് പറഞ്ഞു അല്ലേ. നമുക്ക് എന്താണ്, നമുക്ക് ആവശ്യമുള്ള റിസോഴ്സ് കൃത്യമായിട്ട് നമ്മൾ എന്താണ് ഒരു എൻഡ് പ്രൊഡക്റ്റ് ആയിട്ട് എങ്ങനെ മാറ്റിയെടുക്കുന്നു, അതാണ് റിസോഴ്സ് മൊബിലൈസേഷൻ. അതിൻ്റെ എക്സാമ്പിളും കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഒരു ഡോക്ടേഴ്സിൻ്റെ കാര്യം തന്നെ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് 1000 പേർക്ക് എന്താണ് 10 ഡോക്ടർ, ഒരു ഡോക്ടർ 100 പേരെ നോക്കേണ്ട അവസ്ഥയാണ്. അവിടെ ഒരു 10 ഡോക്ടർ കൂടെ എക്സ്ട്രാ വന്നു കഴിഞ്ഞാൽ എന്താണ് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ലഭിക്കും. സോ അവിടെ ലാക്കായിട്ടുള്ള റിസോഴ്സ് എന്താണ്? ഹ്യൂമൻ റിസോഴ്സാണ്. 10 ഡോക്ടേഴ്സാണ്, 10 മനുഷ്യന്മാരാണ് അവിടെ ലാക്കായിട്ട് വരുന്നത്. അത് ഗവൺമെൻറ് അറിയിക്കുന്നു. ഗവൺമെൻറ് എന്താണ് ആ റിസോഴ്സ് ഇവിടേക്ക് എത്തിക്കുന്നു. അതാണ് റിസോഴ്സ് മൊബിലൈസേഷൻ അല്ലേ. അല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ കൂടെ, ഒരുപാട് എക്സാമ്പിൾസ് കയ്യിലുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ എന്താണ് ഒരു ഗ്രാമത്തിലേക്ക് പോകുന്നു. ഒരു ഗ്രാമത്തിലേക്ക് നിങ്ങൾ എന്താണ് ടൂറിനൊക്കെ അല്ലെങ്കിൽ വെറുതെ തമാശയ്ക്ക് ഒരു ഗ്രാമത്തിൽ നിങ്ങൾ പോവാണ്. അവിടെ എത്തിയാൽ മനസ്സിലാക്കുകയാണ് അവിടെയുള്ള ആളുകളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുടിവെള്ളമില്ല. ഓക്കെ, കുടിവെള്ളം അവിടെയുള്ള ആളുകൾക്ക് ലഭ്യമല്ല. സോ നിങ്ങൾ നേരെ തിരിച്ചു പോയിട്ട് എന്താണ് ഒരു വെള്ളത്തിൻ്റെ കമ്പനി, ഫോർ എക്സാമ്പിൾ ബിസ്ലരിയാണ്, ബിസ്ലരിയോട് നിങ്ങൾ പോയിട്ട് പറയണം ഇന്ന പ്രദേശത്ത് എന്താണ് ഈ പറയുന്ന വെള്ളം എന്ന് പറയുന്ന റിസോഴ്സ് ലഭ്യമല്ല എന്ന് പറയാം അല്ലേ. സോ നേരെ ബിസ്ലരി വന്നിട്ട് എന്ത് ചെയ്യും? ബിസ്ലരി ആ ഒരു പ്രദേശത്ത് അവരുടെ ഫാക്ടറി അങ്ങ് ആരംഭിക്കും. അല്ലെങ്കിൽ കൃത്യമായിട്ട് ഇവിടെ നിന്നാണ് ഇവിടെ നിന്നാണോ വെള്ളം ലഭ്യമാവുന്ന അവിടുന്ന് ഇവിടത്തേക്ക് കാര്യങ്ങൾ ഇമ്പോർട്ട് ചെയ്യുക അല്ലേ. സോ ഇത്തരത്തിൽ എന്താണ് ഒരു ബിസിനസ് അവിടെ നടന്നല്ലോ, അല്ലെങ്കിൽ ഒരു റിസോഴ്സ്, ജലം എന്ന് പറയുന്ന റിസോഴ്സ് ഇവിടെ മൊബിലൈസ് ചെയ്തിട്ട് എത്തിക്കപ്പെട്ടു. സോ അതാണ് റിസോഴ്സ് മൊബിലൈസേഷൻ. ഞാൻ 1-2 എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രമേ, എല്ലാം ഒന്ന് തന്നെയാണ്. ആ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പരമാവധി സിമ്പിൾ ലാംഗ്വേജിൽ നിങ്ങളെ മനസ്സിലാക്കി തരിക, അതുമാത്രം ലക്ഷ്യമുള്ളൂ. ഹൗ ഡസ് പബ്ലിക് സെക്ടർ മൊബിലൈസ് ഡൊമസ്റ്റിക് റിസോഴ്സ്? ഇനി ഈ പറയുന്ന ഡൊമസ്റ്റിക് റിസോഴ്സ് കൃത്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകണമെങ്കിൽ, ആവശ്യമുള്ള സ്ഥലത്തേക്ക് എത്തിക്കണമെങ്കിൽ പബ്ലിക്കിനും പ്രൈവറ്റിനും വരുന്ന പ്രധാനപ്പെട്ട ടാസ്ക് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. നമ്മൾ ഈ പറഞ്ഞ പോലെ എക്സ്ട്രാ 10 ഡോക്ടേഴ്സ് വരും. അവിടെ എന്താണ്, അവിടെ ആ എക്സ്ട്രാ വരുന്ന 10 ഡോക്ടേഴ്സ് ഉണ്ടല്ലോ, അവർക്ക് ശമ്പളം കൊടുക്കണം. ഗവൺമെൻറ് ഹോസ്പിറ്റൽ ആണെങ്കിൽ അവർക്ക് ശമ്പളം കൊടുക്കണം അല്ലേ. എങ്ങനെ ശമ്പളം കൊടുക്കും? ടാക്സേഷൻ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ്, ടാക്സേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. സോ ടാക്സ് അല്ലേ, ഗവൺമെൻറ് ടാക്സ് വരുമാനത്തിൽ ഇത്തരത്തിൽ 10 എക്സ്ട്രാ ഡോക്ടേഴ്സ് വരും. അതുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെൻറ് ജനങ്ങളുടെ കയ്യിൽ നിന്ന് കുറച്ച് ടാക്സ് അങ്ങ് കൂട്ടിപ്പിടിക്കും അല്ലേ. ഏതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ അങ്ങ് ടാക്സും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് പിടിക്കും. പബ്ലിക് റവന്യൂ ജനറേഷൻ ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ സോഷ്യൽ സർവീസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ, അതായത് പബ്ലിക് റവന്യൂ ജനറേഷൻ സോഷ്യൽ സർവീസിലും ഇൻഫ്രാസ്ട്രക്ചറിലും ഇൻവെസ്റ്റ് ചെയ്തിട്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം റെയിൽവേ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ പൈസ കൊടുക്കണ്ടേ? ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ പൈസ കൊടുക്കും. ട്രെയിൻ എന്ന് പറയുന്ന ഒരു പബ്ലിക് സർവീസ് ആണല്ലേ. അല്ലെങ്കിൽ നമ്മുടെ എന്താണ് അടിസ്ഥാന സൗകര്യം എന്നൊക്കെ നമുക്ക് പറയാം. ഇതുപോലെ റോഡിന് നമ്മൾ ടോൾ കൊടുക്കുന്നുണ്ട്, ബ്രിഡ്ജുമായിട്ട് ബന്ധപ്പെട്ട് ടോൾ കൊടുക്കുന്നുണ്ട്. സോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ടല്ലേ. സോ ഇതിലൂടെയൊക്കെ ഗവൺമെൻറ് എന്താണ് വരുമാനമുണ്ട്. ഇതൊക്കെ എന്താണ് ഈ പറയുന്ന റിസോഴ്സ് മൊബിലൈസേഷന് വേണ്ടിയിട്ട് ഗവൺമെൻറ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഹൗ ഡസ് പ്രൈവറ്റ് സെക്ടർ മൊബിലൈസ് ഡൊമസ്റ്റിക് റിസോഴ്സ് എന്ന് ചോദിച്ചാൽ, ദ പ്രൈവറ്റ് സെക്ടർ മൊബിലൈസ് ദ സേവിങ്സ് ഓഫ് ഹൗസ് ഹോൾഡ് ആൻഡ് firm through financial intermediaries which allocate these resources to invest in productive activity. ഒന്നുമില്ല, നമ്മുടെ എക്കണോമിയുടെ ബേസിക് ആക്ടിവിറ്റി എന്താണ്? ഹൗസ് ഹോൾഡും അതുപോലെ തന്നെ ഫേംസും ആണല്ലേ. അതായത് ഹൗസ് ഹോൾഡ്സ്, ആളുകൾ എന്ത് ചെയ്യും? ആളുകൾ സാധനം വാങ്ങാൻ വേണ്ടി ഫേംസിൻ്റെ അടുത്തേക്കോ, ഇപ്പം നമുക്ക് എന്താണ് ഒരു 10 കിലോ അരി വേണം. ഇവിടെ നമ്മൾ എന്താണ് 10 കിലോ അരി 500 രൂപയ്ക്ക് 10 കിലോ അരി വാങ്ങുന്നു. സോ 500 രൂപ ഇവർ ഫേംസ് വാങ്ങി വെക്കുന്നു. 500 രൂപ ഉപയോഗിച്ച് വീണ്ടും പ്രൊഡക്ഷൻ നടത്തുന്നു. ആ പ്രൊഡക്ഷനിലൂടെ വീണ്ടും അരി വാങ്ങുന്നു. ഇതിങ്ങനെ ചാക്രികമായിട്ട് സർക്കുലർ ഫ്ലോ ഓഫ് മണി എന്ന രീതിയിൽ വരുന്നു അല്ലേ. സോ അങ്ങനെയാണ് പ്രൈവറ്റ് സെക്ടർ. നിങ്ങൾ ഈ പറയുന്ന പോലെ വാഹനം, നിങ്ങളൊരു മാരുതി എന്ന് പറയുന്നത് പ്രൈവറ്റ് കമ്പനിയാണ്. കാർ വാങ്ങാൻ വേണ്ടി പോകുന്നു. 10 ലക്ഷം രൂപയ്ക്ക് കാർ വാങ്ങുന്നു. ആ 10 ലക്ഷം രൂപയിൽ നിന്ന് എന്താണ് അവരുടെ പ്രോഫിറ്റും കാര്യങ്ങളും എടുത്തിട്ട് നെക്സ്റ്റ് കാർ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഫണ്ട് റോൾ ചെയ്യുന്നു അല്ലേ. സോ ഇങ്ങനെ ചാക്രികമായിട്ട് പണം പോയിക്കൊണ്ടേയിരിക്കും. അത് അവിടെ നിന്ന് ഓർത്തു വെക്കണം. ഇത്ര നേരം നമ്മൾ പറഞ്ഞത് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇനി കേരളത്തിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ, ഇത് ഞാൻ പറയുന്നത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. 14th 5-year പ്ലാൻ്റെ ആ ഒരു PDF ഉണ്ട്. ആ PDF-ുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. സോ റിസോഴ്സ് മൊബിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് തന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതിൽ നമുക്ക് നോക്കാം. കേരളവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി നോക്കുന്നത്. വിത്ത് റെസ്പെക്ട് ടു റിസോഴ്സ് മൊബിലൈസേഷൻ, ദ 14th 5-year പ്ലാൻ വിൽ ഫേസ് 4 ന്യൂ ചലഞ്ചസ്. ചോദ്യം വരാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ ചലഞ്ചസ് ഫേസ്ഡ് ബൈ റിസോഴ്സ്
ഫേസ്ഡ് ഡ്യൂറിംഗ് ദ റിസോഴ്സ് മൊബിലൈസേഷൻ ഇൻ 14th 5-year പ്ലാൻ. അങ്ങനെ ചോദ്യം വരാം അല്ലേ. 14ാമത്തെ പഞ്ചവത്സര പീരീഡിൽ റിസോഴ്സ് മൊബിലൈസേഷനിൽ നമ്മൾ നേരിടുന്ന ചലഞ്ചസ് ഏതൊക്കെയാണ്? 4 കാര്യങ്ങളാണ് തന്നത്. വേണമെങ്കിൽ 3 തന്നിട്ട് ഓൾ ഓഫ് ദി എബോവ് തരാം, അല്ലെങ്കിൽ 4 തന്നിട്ട് അതിലൊന്ന് മാത്രം ഈ പറയുന്ന കാര്യം തരാം അല്ലേ. അതായത് റിസോഴ്സ് മൊബിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് 14ാമത്തെ പഞ്ചവത്സര പദ്ധതി, ഇതൊരിക്കലും നമ്മുടെ ഇന്ത്യയുടെ 5-year പ്ലാനില്ല, അത് 12ൽ നിന്നിട്ടുണ്ട്. കേരളത്തിൻ്റെ 5-year പ്ലാനാണ്, 14th 5-year പ്ലാനാണ് ഓൺ ഗോയിങ് ആയിട്ട് പോകുന്നത്. 2022 to 27 ആണ്. ആ രീതിയിലൊന്ന് ഓർത്തു വെച്ചാൽ മതി. എന്തൊക്കെയാണ്? ഇൻ അക്കോർഡൻസ് വിത്ത് 15th ഫിനാൻസ് കമ്മീഷൻ, മാറിപ്പോയത് ഇത് 14th 5-year പ്ലാനും ഇത് ഫിനാൻസ് കമ്മീഷനാണ്. ഓക്കെ, 15ാമത്തെ ഫിനാൻസ് കമ്മീഷനാണ്. അതിൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരം എന്താണ്? ദ ഷെയർ ഓഫ് കേരള ഇൻ ദ ഷെയറബിൾ പൂൾ ഓഫ് ടാക്സ് വിൽ ഡിക്ലൈൻ 2.5% to 1.925%. എന്താണ് പറഞ്ഞത്? ഷെയറബിൾ പൂൾ ഓഫ് ടാക്സ് അല്ലേ. എന്താണ് ഷെയറബിൾ പൂൾ ഓഫ് ടാക്സ്? നമ്മളിപ്പം റീസെൻ്റായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, സെൻട്രൽ ഗവൺമെൻറ് കേരളത്തിൽ ധാരാളം ഫണ്ട് തരുന്നില്ല, അതുമായിട്ട് ബന്ധപ്പെട്ട് കേരളം വളരെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ എന്നൊക്കെ കേട്ടു അല്ലേ. ഇപ്പം നമ്മൾ GST തന്നെ നോക്കിക്കഴിഞ്ഞാൽ GST IGST എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, IGST അത് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഒരുപോലെ ഷെയർ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. ഇതിൽ കേരളത്തിൻ്റെ ഷെയർ കുറഞ്ഞു വരികയാണ്. ഇങ്ങനെ കേരളത്തിൻ്റെ വരുമാനം കുറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിന് ചെലവഴിക്കാൻ വേണ്ടി പറ്റുന്ന തുകയുടെ അളവും കുറയും അല്ലേ. സോ ചെലവഴിക്കാൻ വേണ്ടി പറ്റാതാവുമ്പോൾ എന്താണ്? റിസോഴ്സ് നമ്മൾ കുറയ്ക്കേണ്ടതായിട്ട് വരും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 20 ഡോക്ടേഴ്സിന് ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരത്തിൽ വരുമാനം വരുന്നില്ലെങ്കിൽ 20 എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ എന്താണ്, അത് 10 മാറ്റേണ്ടിയായിട്ട് വരും അല്ലെ. ബാക്കി പേരെ പിരിച്ചുവിടുമെന്നല്ല, ബാക്കി പേര് കൂടുതൽ ആളുകൾ പുതുതായിട്ട് റിക്രൂട്ട് ചെയ്യാതെ ഉള്ള ആളുകളെ വെച്ചിട്ട് ഗവൺമെൻറ് ഉള്ള റിസോഴ്സ് വെച്ചിട്ട് ഗവൺമെൻറ് മുന്നോട്ടേക്ക് പോകേണ്ടതായിട്ട് വരും. സോ ആദ്യത്തെ ഇഷ്യൂ എന്താണ്, അല്ലെങ്കിൽ ഗവൺമെൻറ് ഫേസ് ചെയ്യുന്ന ആദ്യത്തെ 14th 5-year പ്ലാൻ പ്രകാരം റിസോഴ്സ് മൊബിലൈസേഷനിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ആദ്യത്തെ ചലഞ്ച് എന്താണ്? ഇൻ അക്കോർഡൻസ് വിത്ത് 15th ഫിനാൻസ് കമ്മീഷൻസ് റെക്കമെൻഡേഷൻ, ഷെയർ ഓഫ് കേരള ഇൻ ദ ഷെയറബിൾ പൂൾ ഓഫ് ടാക്സ് വിൽ ഡിക്ലൈൻ 2.5% to 1.925%. ഇതുവരെ ആ ഒരു ഷെയറബിൾ പൂളിൽ നമ്മുടെ കേരളത്തിന് 2.5%, ടോട്ടൽ ഉണ്ടായിരുന്ന ഷെയർ എത്രയാണെന്ന് വെച്ചാൽ അത് 2.5% ഉണ്ടായിരുന്നത് 1.925% ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. ദ ഷെയറബിൾ പൂൾ ഓഫ് ടാക്സ് ഓൾസോ നോൺ ആസ് എ ഡിവിസിബിൾ പൂൾ ഈസ് പോർഷൻ ഓഫ് ഗ്രോസ് ടാക്സ് റവന്യൂ ദാറ്റ് ഈസ് ഷെയർഡ് ബിറ്റ്വീൻ സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്. ഓക്കെ, അതിലെന്താണ് ഇടിവ് വന്നിട്ടുണ്ട്. ഇതുവരെ ഉണ്ടായിരുന്നെന്നും 2.5%, 1.925% ആയിട്ട് ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. സോ ഇത് അതുപോലെ എടുത്തിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ എന്താണ്? ദ ബെനിഫിറ്റ് ദാറ്റ് കേരള റിസീവ്ഡ് ഇൻ റീസെൻറ്റ് ഇയേഴ്സ് ഇൻ ദ ഫോം ഓഫ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് ആർ ഡ്യൂ ടു ആൻഡ് ഇൻ 2023-24. നമ്മളിത് ചർച്ച ചെയ്യുമ്പോൾ 2025 ആയതുകൊണ്ട് സോ അതായത് ഗവൺമെൻറ്റിന് എന്താണ്, ഗവൺമെൻറ് വരുമാനത്തിൽ വന്ന ഇടിവുകൾ കാണിച്ചിട്ട് ഗവൺമെൻറ് ഗ്രാൻറ്റും എയ്ഡ്സും കാര്യങ്ങളൊക്കെ ലഭിക്കാറുണ്ട് അല്ലേ. സോ അതും അവസാനിക്കാൻ വേണ്ടി പോവുകയാണ്. അത് അവസാനിച്ച് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് എങ്ങനെ റിസോഴ്സ് മൊബിലൈസേഷൻ നടത്തുമെന്നൊരു വെല്ലുവിളി കൂടെ ഗവൺമെൻറ്റിന് മുന്നിലുണ്ട്. ദ ബെനിഫിറ്റ് ദാറ്റ് കേരള റിസീവ്ഡ് ഇൻ റീസെൻറ്റ് ഇയേഴ്സ് ഇൻ ദ ഫോം ഓഫ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ്സ്. ഇത്തരത്തിൽ റവന്യൂ എന്ന് പറയുമ്പോൾ എന്താണ്? റവന്യൂ എന്ന് പറയുമ്പോൾ വരുമാനമാണ്. ഓക്കെ, റവന്യൂ എന്ന് പറയുമ്പോൾ വരുമാനമാണ്. ഡെഫിസിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? കമ്മിയാണ്. കമ്മി എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് കുറവാണ്. ഓക്കെ, ഡെഫിസിറ്റും സർപ്ലസും ഉണ്ട്. സർപ്ലസ് എന്ന് പറഞ്ഞാൽ മിച്ചമാണ്. സോ റവന്യൂ ഡെഫിസിറ്റ്, നമ്മുടെ വരുമാന കമ്മി കാരണം ഗവൺമെൻറ് നൽകിക്കൊണ്ടിരിക്കുന്ന ഗ്രാൻഡ്സും കാര്യങ്ങളുണ്ടല്ലോ, അത് അവസാനിക്കാൻ വേണ്ടി പോവുകയാണ്. അത് അവസാനിച്ച് കഴിഞ്ഞാൽ ഇനി എന്തെന്ന ചോദ്യചിഹ്നം കൂടിയുണ്ട്. നമുക്ക് ഈ പറഞ്ഞ റിസോഴ്സ് ലഭിക്കുകയാണെങ്കിൽ അതിനാവശ്യമുള്ള ഫണ്ടും നമ്മുടെ കയ്യിൽ വേണമല്ലേ. സോ അതും വെല്ലുവിളിക്കുകയാണ്. നെക്സ്റ്റ് എന്താണ്? ദ കോമ്പൻസേഷൻ ഫോർ റവന്യൂ ലോസസ് റിലേറ്റഡ് ടു പ്രോമിസ്ഡ് ട്രജക്ടറി ഓഫ് 14% ഗ്രോത്ത് എൻഡഡ് ഇൻ June 2022. എന്താണ്? 2022 ജൂൺ മാസത്തോടുകൂടെ നമ്മുടെ എന്താണ് 14% ഗ്രോത്ത് നമ്മൾ കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു റവന്യൂ ലോസിലുണ്ടായ കോമ്പൻസേഷൻ ഉണ്ടായ അല്ലെങ്കിൽ ആ രീതി ലഭിച്ച വരുമാനം കാര്യങ്ങളുണ്ടല്ലോ അതും അവസാനിച്ചിട്ടുണ്ട്. സോ അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട്. ദ കോമ്പൻസേഷൻ ഫോർ റവന്യൂ ലോസസ് റിലേറ്റഡ് ടു പ്രോമിസ്ഡ് ട്രജക്ടറി എത്രയാണ്? നമ്മൾ 14% ഗ്രോത്ത് ആണല്ലേ, അതും അവസാനിച്ചു. ആ വരുമാനം ഇനി പ്രതീക്ഷിക്കേണ്ട, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഫണ്ടും ഇനി പ്രതീക്ഷിക്കേണ്ട. ഫൈനലി ദ സീലിംഗ് ഫോർ ബോറോയിങ് ആസ് പ്രപ്പോർഷൻ ഓഫ് ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. സ്റ്റേറ്റ് GDP എന്താണെന്ന് അറിയാലോ, സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര അതിർത്തിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഒരു ഫിനാൻഷ്യൽ ഇയറിലെ മണി വാല്യൂ ആണ് സ്റ്റേറ്റ് GDP അല്ലെങ്കിൽ ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഫോർ സ്റ്റേറ്റ് വിൽ ബി ബ്രോട്ട് ബാക്ക് ടു 3% ഇൻ 2025-26. ഈ നമ്മളിപ്പോൾ പറയുന്നത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പീരീഡ് ഉണ്ടല്ലോ, ഈ പീരീഡിൽ 3.5% എന്ന് പറഞ്ഞ സ്റ്റേറ്റ് GDP അത് 3% കുറയും എന്ന രീതിയിലും പ്രഡിക്ഷൻ വന്നിട്ടുണ്ട്.
ഒരു സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര ജി ഡി പി അല്ല ജി ഡി പി കുറയെന്ന് പറയുമ്പോൾ എന്താണ് ആഭ്യന്തര പ്രൊഡക്ഷൻ, ആ ഒരു സംസ്ഥാനത്തിനുള്ളിൽ നടക്കുന്ന പ്രൊഡക്ഷൻ കുറയുമെന്നാണ് അർത്ഥം അല്ലേ. സോ അതാണ് അതിൻ്റെ മീനിങ് വരുന്നത്. 3.5% ഉണ്ടായിരുന്നത് 3% കുറയുമെന്നും പറയുന്നുണ്ട്. സോ ഈ 4 കാര്യങ്ങളാണ്, ഈ 4 കാര്യങ്ങളൊന്നും ഓർത്തു വെക്കണം. ഒന്നാമത്തെ എന്താണ്, ആ ഒരു സെൻട്രലും സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട ഷെയറബിൾ പൂൾ ഓഫ് ടാക്സസ് 2.5% നിന്ന് 1.925% ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇതുവരെ നമ്മുടെ വരുമാനത്തിനുണ്ടായിട്ടുള്ള കമ്മിയും കാണിച്ച് അല്ലെങ്കിൽ ആ ഒരു റവന്യൂ ഡെഫിസിറ്റും കാണിച്ച് നമുക്ക് ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ കിട്ടിയ ഗ്രാൻസ് എന്താണ് അവസാനിച്ചു, അല്ലെങ്കിൽ 2023-24 അവസാനിച്ചു. അതുപോലെ 14% ഗ്രോത്ത് എന്ന രീതിയിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കോമ്പൻസേഷൻ എന്താണ് അതും അവസാനിച്ചിട്ടുണ്ട്. അതുപോലെ സ്റ്റേറ്റ് ജി ഡി പി എന്താണ് നമുക്ക് 3.5% ഉണ്ടായിരുന്നത് തിരിച്ച് 3 എത്തുന്നു എന്ന രീതിയിലുള്ള ചലഞ്ച് നമ്മുടെ മുന്നിൽ ഉണ്ട്. ഓക്കെ, given these challenges and the fact that on tax revenue growth is subdued in the state mobilizing due to 14th 5-year plan is a challenging task. ഇത്രയും പ്രശ്നങ്ങൾ കാരണം എന്താണ് നമുക്ക് വരുമാനത്തിൽ വളരെ വലിയ രീതിയിൽ ഇടിവ് വരും അല്ലേ. വരുമാനമുണ്ടെങ്കിൽ മാത്രമേ റിസോഴ്സ് മൊബിലൈസേഷൻ കാര്യങ്ങളും സംസ്ഥാനത്തിനുള്ളിൽ നടക്കത്തുള്ളൂ അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡോക്ടേഴ്സ് 10 ഡോക്ടേഴ്സ് അധികം വന്നാൽ ആ 10 ഡോക്ടേഴ്സ് നമ്മൾ വരുമാനം നൽകണ്ടേ, അല്ലെങ്കിൽ അവർക്ക് ശമ്പളം നൽകണ്ടേ. ഈ ശമ്പളം എങ്ങനെയാണ്, നമ്മുടെ ടാക്സും കാര്യങ്ങളാണല്ലേ. ഇത്തരത്തിൽ ഗവൺമെൻറ് സഹായങ്ങൾ ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള വരുമാനങ്ങളും കൂടുതലായിട്ട് ലഭിക്കുന്നില്ല. സോ അപ്പോൾ നമുക്ക് എന്താണ് ഈ രീതിയിൽ റിസോഴ്സ് മൊബിലൈസേഷൻ പോസിബിൾ ആവത്തില്ല. ഓക്കെ, ദ വർക്കിംഗ് ഗ്രൂപ്പ് ഓർ financial resource and resource mobilization appointed for the formulation of 14th 5-year plan suggested that if level of spending made in the 13th plan period അത് 3.5% were maintained in the 14th 5-year plan, the resource for the 14th 5-year plan around 2.15 lakh crore. അതായത് ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ 3%-ലേക്കായിട്ട് ഇടിയും എന്ന് പറഞ്ഞല്ലോ സ്റ്റേറ്റ് ജി ഡി പി. അത് 3.5% എന്ന് പറഞ്ഞ കഴിഞ്ഞ 13th പ്ലാൻ പീരീഡിലുണ്ടായ ആ ഒരു വാല്യൂലേക്ക്, അതായത് കഴിഞ്ഞ തവണ നമുക്ക് 3.5% ഉണ്ടായിരുന്നത്. ചലഞ്ച് എന്ന രീതിയിൽ അത് 3% ഇടിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് 3% ഇടിയാതെ 3.5% തന്നെ നിർത്തണമെങ്കിൽ നമ്മുടെ കയ്യിൽ 2.15 ലക്ഷം കോടി രൂപ വേണം സമാഹരിക്കാൻ, പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേരളത്തിന് സാധിക്കണം. സോ അതാണ് അവിടെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ. അങ്ങനെ ചലഞ്ചസ് നമ്മൾ പറഞ്ഞു അല്ലെ. കേരളം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു 5-year പ്ലാൻ പീരീഡിൽ നേരിടേണ്ടി വരുന്ന പ്രധാനപ്പെട്ട ചലഞ്ച്, റിസോഴ്സ് മൊബിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട ചലഞ്ചസ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില അസംഷൻസ് കൂടെ വരുന്നുണ്ട്. ദ റിസോഴ്സ് പ്രൊജക്ഷൻ ഫോർ ദ 14th 5-year പ്ലാൻ മെയ്ഡ് ബൈ ദ വർക്കിംഗ് ഗ്രൂപ്പ് ഈസ് ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് അസംഷൻ. അതായത് നമ്മൾ പറയല്ലേ, ഇന്ന വർഷം കൊണ്ട് നമ്മൾ ഇന്ന് വരുമാനം ഉണ്ടാക്കും, ഇത്ര ടാക്സ് നമ്മൾ പിരിക്കും, അല്ലെങ്കിൽ നോൺ ടാക്സ് റവന്യൂ നമുക്ക് ഇത്ര കിട്ടും, ഇത്ര ഗ്രാൻഡ് കിട്ടിയേക്കാം എന്ന രീതിയിൽ നമ്മൾ അസംഷൻ കൊണ്ടുവരില്ലേ. എന്തിനാണ് അസംഷൻ? ഈ അസംഷൻ വെച്ച് മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ വരുമാനം നമ്മൾ വിചാരിക്കുന്ന പോലെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റത്തുള്ളൂ അല്ലേ. ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങളെ എക്സാം, ഏത് എക്സാം എങ്കിലും ആവട്ടെ, സെക്രട്ടറി അസിസ്റ്റൻ്റ് എക്സാം, നിങ്ങളുടെ മുന്നിലൊരു പ്ലാൻ ഉണ്ടാവും അല്ലേ. ഇപ്പം എക്സാം ഇത് ജനുവരി മാസമാണെങ്കിൽ എക്സാം നടക്കാൻ വേണ്ടി പോകുന്നൊരു മെയിലാണെന്ന് വിചാരിക്കും. ഓക്കെ, മെയിലാണെങ്കിൽ നമ്മുടെ മുന്നിൽ ഫെബ്രുവരി ഉണ്ട്, മാർച്ച് ഉണ്ട്, ഏപ്രിൽ ഉണ്ട്. ഓക്കെ, 3 മാസമുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ആദ്യം ഒരു ഫെബ്രുവരി മാർച്ച് കൊണ്ട് ഫുൾ ടോപ്പിക്ക് തീർത്തിട്ട് ഏപ്രിൽ മാസത്തിൽ റിവിഷനും അതുപോലെ പഠിക്കണം എന്നൊക്കെ നിങ്ങളുടെ മുന്നിൽ എന്താണ് അവിടെ നിങ്ങളുടെ മുന്നിൽ കൃത്യമായുള്ളൊരു പ്ലാൻ ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഈ രീതിയിൽ അസ്യൂം ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകല്ലേ. എല്ലാം നടക്കണം നിർബന്ധം തോന്നില്ല, ചിലത് നടക്കും, ചിലത് നടക്കാതിരിക്കാം. സോ ഇത്തരത്തിൽ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട അസംഷൻസ് നമുക്ക് ആദ്യം നോക്കാം. അസംഷൻ എന്ന് പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. എന്താണ് നമ്മൾ ഇങ്ങനെ സംഭവിച്ചേക്കാം എന്ന രീതിയിൽ അസ്യൂം ചെയ്യുകയാണ്. ദ നോമിനൽ ഗ്രോസ് സ്റ്റേറ്റ് ജി ഡി പി, GSDP നോമിനൽ എന്ന് പറയുമ്പോൾ നോമിനലും അതുപോലെ തന്നെ നമുക്ക് എന്താണ് റിയലും, നോമിനൽ വാല്യൂം റിയൽ വാല്യൂം. നോമിനൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കറണ്ട് ഇയറിൽ, അതായത് കറണ്ട് ഇയറിൽ GDP കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്താൽ അതിന് നോമിനൽ GSDP എന്ന് പറയും. ഇനി എന്താണ് ഒരു ബേസ് ഇയർ വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ അതിനെ നമ്മൾ റിയൽ GDP എന്ന് പറയും. അതായത് നോർമൽ GDP 2025 നമ്മൾ ഈ ഒരു GDPയും കാര്യങ്ങളും കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതെന്താണ് 2025 തന്നെ ജനുവരി മാസം തന്നെ പല രീതിയിൽ പല വാല്യൂസും ഫ്ലക്ച്വേഷൻ, ഇൻഫ്ലേഷൻ ഇഷ്യൂസ് വരും അല്ലേ. സോ ആ രീതിയിൽ പ്രശ്നങ്ങൾ വരും. എന്നാൽ റിയൽ GDP എന്ന് പറയുമ്പോൾ നമ്മളൊരു ബേസ് ഇയർ എടുക്കും. ഇപ്പം 2025 2015 ബേസ് ഇയർ ആണെങ്കിൽ 2015 ഒരു പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അതിന് ഒരു ഫിക്സഡ് പ്രൈസ് ഉണ്ടാവില്ല, ആവറേജ് ഒരു ഫിക്സഡ് പ്രൈസ് ഉണ്ടാവും. അതും 2025 കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് റിയൽ എമൗണ്ട് കിട്ടും. സോ ഇത്തരത്തിൽ റിയൽ GDP അല്ലെങ്കിൽ GSDPയും നോമിനൽ GSDP ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ദ നോമിനൽ GSDP ഈസ് അസ്യൂംഡ് ടു ഗ്രോ അറ്റ് 10% per annum from 2020 to 24 and thereafter 11% for the remaining 3 years of the plan period. അതായത് നോമിനൽ GSDP സ്റ്റേറ്റ്
GDP ഉണ്ടല്ലോ നോമിനൽ, സ്റ്റേറ്റ് GDP. നോമിനൽ എന്ന് പറയുമ്പോൾ എപ്പോഴും എന്താണ്, നോമിനൽ എന്ന് പറയുന്ന സമയത്ത് അവിടെ ഇൻഫ്ലേഷൻ ഇഷ്യൂസ് ഉണ്ടാവും. ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് അല്ല, ഇൻഫ്ലേഷൻ ഇഷ്യൂസ് ഉണ്ടാവും. ഇൻഫ്ലേഷൻ ഇഷ്യൂസ് അഡ്ജസ്റ്റഡ് ആണെങ്കിൽ അത് നമ്മൾ റിയൽ GDP എന്ന രീതിയിൽ വിളിക്കും. ഇവിടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് GDP എന്ന് പറയുന്നത് സ്റ്റേറ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂലാണ്, അതുകൂടെ ഒന്ന് ഓർത്തു വെക്കണം. അതെന്താണ് 2022-24 പീരീഡിൽ നമുക്ക് 10%, അത് കഴിഞ്ഞ പിന്നീടുള്ള ഓരോ വർഷം എന്താണ് അത് 11% വേണമെന്ന രീതിയിൽ പ്ലാൻ പീരീഡിൽ നമ്മൾ അസ്യൂം ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പോയാൽ മാത്രമേ ശരിയാവത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇനി എന്താണ് ദ ഷെയർ ഓഫ് സെൻട്രൽ ടാക്സസ്, നമുക്ക് ലഭിക്കുന്ന സെൻട്രൽ ടാക്സസ് അതൊരു ചലഞ്ചായിട്ട് നമ്മുടെ മുന്നിലുണ്ട് അല്ലേ. ഈസ് പ്രൊജക്റ്റഡ് ഗ്രോ ബൈ അറ്റ് 15% ഫോർ 2022-23 ആൻഡ് then 12% for the remaining years in the planning period. ഈ ഒരു പ്ലാനിംഗ് പീരീഡ് എന്ന് പറഞ്ഞാൽ 2027 വരെയാണ് അല്ലേ. സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ടാക്സസ് നമുക്ക് എന്താണ് അത് 15% ഉയരുകയും വേണം. അതിന് കണക്കായുള്ള വരുമാനം നമുക്ക് വേണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല, നമുക്ക് എന്താണ് 12% കിട്ടിയാൽ മതി അല്ലേ. നെക്സ്റ്റ് എന്താണ് ദ ഗ്രോത്ത് ഇൻ സ്റ്റേറ്റ്സ് ഓൺ ടാക്സ് റവന്യൂസ് പ്രൊജക്റ്റഡ് 12.7% ഓവർ ദ 14th പ്ലാൻ പീരീഡ്. 14th പ്ലാൻ പീരീഡിൽ നമ്മുടെ സംസ്ഥാനത്തിനുള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ പ്രൊഡ്യൂസ് അല്ല, ലഭിക്കുന്ന വരുമാനം, ടാക്സ് വരുമാനം എന്ന് പറയുമ്പോൾ എന്താണ് ഇൻകം ടാക്സ് അല്ലെങ്കിൽ GST അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ടല്ലേ. ഗവൺമെൻറ് ടാക്സ് വരുമാനങ്ങൾ 12.7% ഉയർത്താൻ വേണ്ടി പറ്റണം. അതും എന്താണ് നമുക്ക് എപ്പോഴും ഒരുപോലെയാണെന്ന് നിർബന്ധമല്ലേ. ഏതെങ്കിലും രീതിയിലുള്ള റിസെഷനോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതും നമുക്ക് താഴോട്ടേക്ക് ഇടിഞ്ഞു പോയേക്കാം. എങ്കിലും എന്താണ് പോസിറ്റീവായിട്ടുള്ള എക്കണോമിക് കണ്ടീഷൻ ഉള്ള കാലത്തോളം ഇത് കളക്ട് ചെയ്യണമെന്ന രീതിയിലും നമ്മൾ എന്താണ് പ്രതീക്ഷ അസ്യൂം ചെയ്യുന്നുണ്ട്. ദ ഗ്രോത്ത് ഇൻ നോൺ ടാക്സ് റവന്യൂസ് പ്രൊജക്റ്റഡ് ടു ഗ്രോ 10%. ഓക്കെ, നോൺ ടാക്സ് റവന്യൂ എന്ന് പറയുമ്പോൾ എന്താണ് ഫൈന്, ഫീസ്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണ് 10% ഉയരുകയും എന്ന രീതിയിലും പ്ലാൻ ഉണ്ട്. നോൺ പ്ലാൻ ഗ്രാൻറ്റ് which are mainly grants recommended by 15th Finance Commission are projected to grow in line with the recommendation of Finance Commission. നമുക്ക് നോൺ പ്ലാൻ ഗ്രാൻസിലും കാര്യമായുള്ള വർധനവ് വേണമെന്ന രീതിയിൽ 15th ഫിനാൻസ് കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്. അതും ഒരു അസംഷനായിട്ട് എടുത്തിട്ടുണ്ട്. ദ ട്രെൻഡ് ഇൻ നെറ്റ് ബോറോയിങ് ഫോർ ദ 14th പ്ലാൻ ഇസ് അസ്യൂംഡ് ടു ബി ആസ് റെക്കമെൻഡഡ് ബൈ ദ 15th ഫിനാൻസ് കമ്മീഷൻ. അതായത് ഇതിന് പുറമെ നമ്മൾ എത്ര വരുമാനം കടമെടുക്കണം എന്ന രീതിയിലും 15th ഫിനാൻസ് കമ്മീഷൻ കാര്യങ്ങളും അസ്യൂം ചെയ്തിട്ടുണ്ട്. അതുകൂടെ അവിടെ നിന്ന് ഓർത്തു വയ്ക്കണം. ഇനി നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ സപ്ലിമെൻറ്റ് ചെയ്യുന്ന ബോഡി ഏതാണെന്ന് അറിയുമോ? KIFB ആണ്. ഓക്കെ, KIIFB ആണ്, അല്ലെങ്കിൽ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ്. അതുകൂടെ അവിടെ നിന്ന് ഓർത്തു വയ്ക്കണം. ദ റിസോഴ്സ് ഓഫ് ദ ഗവൺമെൻറ് വിൽ ബി സപ്ലിമെൻറ്റഡ് ബൈ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രം ദ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ്, KIIFB, എസ്റ്റാബ്ലിഷ് ഇൻ 2016. ഇതൊക്കെ ചോദിച്ച ചോദ്യമാണ്, ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്തില്ലെന്ന് മാത്രം. 2014 എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു. ആസ് അപ്രൂവ്ഡ് 962 പ്രൊജക്ട് അല്ലേ, വിത്ത് എ ടോട്ടൽ ഔട്ട്ലേ ഓഫ് 70,762 crore ആസ് ഓഫ് ഫെബ്രുവരി 2022. അതുവരെയായിട്ട് എന്താണ് ഈ വന്ന റിപ്പോർട്ടിൽ 2022 വരെയുള്ള ഡാറ്റയാണ് അവർ അപ്ഡേറ്റ് ചെയ്യുന്നത്. 70,762 രൂപ റിസോഴ്സ് മൊബിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട കിഫ്ബി കോൺട്രിബ്യൂട്ടും ചെയ്തിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ ബൈ കിഫ്ബി വിൽ ഹാവ് എ മൾട്ടിപ്ലയർ എഫക്റ്റ് ഓൺ ദ എക്കണോമി. ഈ രീതിയിൽ എന്താണ് പല നേട്ടങ്ങൾ റിസോഴ്സ് മൊബിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട കിഫ്ബിക്ക് കാരണം നമുക്ക് നേടാനും സാധിക്കുന്നുണ്ട്. ഓക്കെ, അതുകൂടെ അവിടെ നിന്ന് ഓർത്തു വയ്ക്കണം. ഇനി എന്താണ് റെക്കമെൻഡേഷൻ ഓഫ് ദ വർക്കിംഗ് ഗ്രൂപ്പ് ഓൺ ഫിനാൻഷ്യൽ റിസോഴ്സ് ആൻഡ് റിസോഴ്സ് മൊബിലൈസേഷൻ. വർക്കിംഗ് ഗ്രൂപ്പ് ഉണ്ടെന്ന് ഓൾറെഡി പറഞ്ഞു അല്ലെ. ഈ റിസോഴ്സ് മൊബിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു വർക്കിംഗ് ഗ്രൂപ്പ് ഉണ്ടെന്ന രീതിയിൽ പറഞ്ഞു. ആ വർക്കിംഗ് ഗ്രൂപ്പിന്റെ അസംഷൻസ് നമ്മൾ ആദ്യം പറഞ്ഞു. അതിനു മുൻപ് എന്താണ് 14th 5-year പ്ലാൻ സമയത്ത് ഉണ്ടായിരുന്ന ചലഞ്ചസ് പറഞ്ഞു. ഇനി ഇവരുടെ റെക്കമെൻഡേഷൻ കൂടെ നോക്കണം. റെക്കമെൻഡേഷൻ പ്രധാനമായിട്ട് 7ഓളം റെക്കമെൻഡേഷൻ ഉണ്ട്. ഈ റെക്കമെൻഡേഷൻ ഞാൻ ഈ പറഞ്ഞതിൽ അസംഷൻസ് ചോദിച്ചിട്ടില്ലെങ്കിലും ചലഞ്ചസ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ റെക്കമെൻഡേഷനും ചോദ്യങ്ങളായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. എന്തൊക്കെയാണ് റെക്കമെൻഡേഷൻ വരുന്നത്? ഇംപ്രൂവിംഗ് കളക്ഷൻ ഓഫ് GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സസ് ഇൻഡിസ്പെൻസിബിൾ. GST കളക്ഷൻ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റാത്ത കാര്യമാണ്. കാരണം ഗവൺമെൻറ് പ്രധാന വരുമാനം വരുന്നത് GSTയിലൂടെയാണ്. സോ GST നമുക്ക് എന്താണ് ഒഴിവാക്കാൻ വേണ്ടി പറ്റത്തില്ല. ഇംപ്രൂവിംഗ് കളക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സസ് ഇൻഡിസ്പെൻസിബിൾ. അതായത് ഇതിൽ GST എത്ര കളക്ഷൻ കൂട്ടാൻ വേണ്ടി പറ്റുമോ അത്രയും നമ്മൾ കൂട്ടാൻ വേണ്ടി ശ്രമിക്കുക. അവിടെ GST കൂട്ടുക എന്ന് പറയുമ്പോൾ GST എന്ന് പറയുന്നത് ഒരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ. സോഴ്സ് ബേസ്ഡ് ടാക്സും ഉണ്ട്, ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സും ഉണ്ട്. സോഴ്സ് ബേസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആ ഒരു സംസ്ഥാനത്തിന് ആ ഒരു ടാക്സ് ബെനിഫിറ്റും കാര്യങ്ങളും ലഭിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറഞ്ഞാൽ നമ്മളിപ്പോൾ രാജസ്ഥാൻ എടുക്കുന്നു. രാജസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട രാജസ്ഥാനിൽ മൈനും കാര്യങ്ങളുണ്ട് അല്ലേ. സോ മൈനുമായിട്ട് ബന്ധപ്പെട്ട എന്ത് രീതിയിലുള്ള വരുമാനം നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെ ടാക്സ് ഒക്കെ ആർക്ക് പോകും? രാജസ്ഥാന് പോകും അല്ലേ. സോ രാജസ്ഥാന് ഓൾറെഡി അവിടെയുള്ള
ജിയോഗ്രഫിക്കൽ ഫീച്ചർ കാരണമാണ്. അത്തരത്തിലൊരു ഫീച്ചർ നമ്മുടെ കേരളത്തിനോ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിനില്ല. സോ അവർക്ക് എന്താണ്, അവർക്ക് അവരുടേതല്ലാത്ത കാരണത്താൽ ഒരുപാട് ടാക്സ് മിസ്സാവും അല്ലേ. അതിന് പകരം എന്താക്കി, അതിനെ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആക്കി. ആര് വിൽക്കുന്നു, രാജസ്ഥാനിൽ പ്രൊഡ്യൂസ് ചെയ്തു എന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അത് രാജസ്ഥാനിൽ കൂടുതൽ വിറ്റ് പോയിട്ടുണ്ടെങ്കിൽ രാജസ്ഥാന് വരുമാനം കിട്ടും, അല്ലെങ്കിൽ കേരളത്തിനാണത് കൂടുതൽ വിറ്റ് പോകുന്നതിൽ കേരളത്തിന് വരുമാനം കിട്ടും. സോ അത്തരത്തിലാണ് GST കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നത്. GSTയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഈ ഒരു കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് എൻഫോഴ്സ്മെന്റ് മെഷേഴ്സ് ഓഫ് ദ GST ഡിപ്പാർട്ട്മെന്റ് നീഡ് ടു ബി ഫോക്കസ്ഡ് ടു ഇംപ്രൂവ് ടാക്സ് കളക്ഷൻ. ഭരണപരമായുള്ള കാര്യങ്ങൾ GSTയിലെ തലപ്പത്തൊക്കെ എന്താണ്, ഈ ഒരു ടാക്സ് കളക്ഷൻ കൂട്ടാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റോ അതൊക്കെ ചെയ്യുക. GST ഓഫീസസ് ഹാവ് ടു ബി മോഡേണൈസ്ഡ് ആൻഡ് എഫക്റ്റീവ് സിസ്റ്റം ഓഫ് ടാപ്പിംഗ് ഇൻഫർമേഷൻ ഫ്രം വേരിയസ് സോഴ്സസ് അബൌട്ട് ടാക്സ് ഇവേഷൻ നീഡ് ടു ബി ഡെവലപ്ഡ്. പല ആളുകളും ചെയ്യുന്ന കാര്യമാണല്ലേ, ടാക്സ് നികുതി അങ്ങ് വെട്ടിക്കുമല്ലോ. പല ഹോട്ടൽ ഉടമകൾ അല്ലെങ്കിൽ പല രീതിയിലുള്ള കച്ചവടക്കാരൊക്കെ എന്താണ്, ഈ ഒരു GST വെട്ടിക്കാൻ വേണ്ടി ബില്ലൊന്നും ഇല്ലാതെ പല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യല്ലേ. കേരളം ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട ഒരു ലക്കി ഡ്രോ പോലുള്ള പരിപാടിയൊക്കെ നമ്മുടെ കേരളം മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അഫയറിൽ നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ് ഈ ഒരു ടാക്സ് GST ഇവേഷനും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്താണ്, ഇത്തരത്തിൽ GSTയുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ കളക്ട് ചെയ്യുന്ന ആ ഒരു വ്യാപാരികൾ, അല്ലെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ബില്ല് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ബില്ല് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് കേരള ഗവൺമെൻറ് ആപ്ലിക്കേഷനിൽ കൊണ്ടുപോയിട്ട് ആ ബില്ലും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്താൽ, ലക്കി ഡ്രോ എന്തോ പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു, പേര് മറന്നുപോയി. സോ അത്തരത്തിൽ എന്താണ്, നിങ്ങൾ അപ്ലോഡ് ചെയ്താൽ നിങ്ങൾക്ക് എത്രയോ രൂപ വരെ അല്ലെങ്കിൽ പല സമ്മാനങ്ങൾ ലഭിച്ചേക്കുന്ന പറഞ്ഞ ഒരുപാട് പരിപാടികളുണ്ട്. സോ ഇവിടെ എന്താണ്, ഗവൺമെൻറ് കൃത്യമായിട്ട് നികുതി വരുമാനം എത്തണമെങ്കിൽ ടാക്സ് ഇവേഷൻ പരമാവധി കുറയ്ക്കണം. അതിന് വേണ്ട നടപടികൾ റെക്കമെൻഡ് ചെയ്യണം. ഓക്കെ, ഒന്നാമത്തെ കാര്യം ഇത് അതുപോലെ എടുത്തു തരും. ഇംപ്രൂവിംഗ് കളക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സസ് ഇൻഡിസ്പെൻസിബിൾ, നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റത്തില്ല. നെക്സ്റ്റ് എന്താണ്, തേഴ്സ്റ്റ് ടു ബി ഗിവൺ ടു മോഡേണൈസ് GST അഡ്മിനിസ്ട്രേഷൻ. GST അഡ്മിനിസ്ട്രേഷൻ എന്നാണ് കാലാനുസൃതമായുള്ള മാറ്റങ്ങൾ അവിടെ വേണം അല്ലേ. പ്ലാനിംഗ് റിസർച്ച് യൂണിറ്റ് ടു കളക്ട് ഇൻഫർമേഷൻ ഓൺ റിയൽ ടൈം ബേസിസ്. ഓരോരോ ഫേമുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ വരുമാനങ്ങളിൽ വരുന്ന ഇടിവ്, വർധനവ് അത് കൃത്യമായിട്ട് റിയൽ ടൈമിൽ നമുക്ക് മോണിറ്റർ ചെയ്യാൻ വേണ്ടി പറ്റണം. അവർ ടാക്സ് ഇവേഷൻ നടത്തുന്നുണ്ടോ അതൊക്കെ അറിയാൻ വേണ്ടി പറ്റണം. ആസ് എ പാർട്ട് ഓഫ് ദ കൺകറന്റ് മോണിറ്ററിംഗ് ദ ക്വാർട്ടർലി ട്രെൻഡ്സ് ഇൻ സബ് സെക്ടേഴ്സ് ഓഫ് ദ എക്കണോമി ഹാവ് ടു ബി റിവ്യൂ ടു ഫോക്കസ് ഓൺ പൊട്ടൻഷ്യൽ ഏരിയാസ് ഫോർ റവന്യൂ മൊബിലൈസേഷൻ. കൃത്യമായിട്ട് ഈ വരുമാനങ്ങൾ എല്ലാ വിഭാഗങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരേ സമയം തന്നെ എന്താണ്, എല്ലാ വിഭാഗങ്ങളെയും GSTയുമായിട്ട് ബന്ധപ്പെട്ട് മോണിറ്റർ ചെയ്യണം. ദ ടാക്സ് പ്ലാനിംഗ് ആൻഡ് റിസർച്ച് യൂണിറ്റ് ക്യാൻ അനലൈസ് these trends and recommended specific measures to enhance collection. ഇത്തരത്തിൽ കളക്ഷൻ കൂട്ടാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുക അതൊക്കെ ചെയ്യുക. The GST department need to have a vision statement to achieve the growth rate of 18% per annum from 2021-22. ഇതുവരെയുള്ള ടാക്സ് കളക്ഷൻ എത്രയോ ആയിക്കോട്ടെ അതിനേക്കാൾ ഒരു 18% ഓരോ വർഷം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും GST ഡിപ്പാർട്ട്മെന്റ് ശ്രമിക്കേണ്ടെന്ന രീതിയിലും പറയുന്നുണ്ട്, റെക്കമെൻഡേഷൻ ആയിട്ട് പറയുന്നുണ്ട്. നെക്സ്റ്റ് എന്താണ്, ദ കൺസെപ്റ്റ് ഓഫ് ജുറിസ്ഡിക്ഷൻ അസസ്മെന്റ് നീഡ് ടു ബി ഡൺ അവേ വിത്ത്. അതായത് ഓരോരോ ഏരിയ ആയിട്ട് അല്ലെങ്കിൽ ഓരോരോ അധികാര പരിധി വെച്ചുള്ള ടാക്സ് കളക്ഷൻ അത് ഒഴിവാക്കണം അല്ലേ, ആ രീതി കൂടെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓരോരോ അധികാര പരിധി വെച്ചുള്ള ആ ഒരു ടാക്സ് കളക്ഷനും കാര്യങ്ങളും ഒഴിവാക്കണം. ബേസ്ഡ് ഓൺ എ റിസ്ക് ബേസ്ഡ് ചെക്ക് ലിസ്റ്റ്, കേസ് വിൽ ഹാവ് ടു ബി certainly selected for scrutiny and given to assessment circle across state on random basis. ഇത്തരത്തിൽ ഓരോരോ പ്രദേശം ഇന്ന രീതിയിൽ ആ ഒരു ജുറിസ്ഡിക്ഷൻ എന്ന് പറയാതെ റാൻഡം ബേസിൽ എന്താണ് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കളക്ഷനും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ദ സർവൈലൻസ് ഓൺ ഇൻഡർസ്റ്റേറ്റ് ഗുഡ്സ് ട്രാൻസാക്ഷൻ നീഡ് ടു ബി ഇംപ്രൂവ്ഡ്. സംസ്ഥാനങ്ങൾ എന്താണ് ഇൻഡർസ്റ്റേറ്റ് ആ ഒരു ടാക്സ് കളക്ഷനും കാര്യങ്ങളും കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക. മോണിറ്റൈസ് എന്ന് പറയുമ്പോൾ നമ്മുടെ യൂട്യൂബിലൊക്കെ ആ ഒരു പരിപാടിയാണ്, പെട്ടെന്ന് അത് പറഞ്ഞു പോയി. സോ അത് കൃത്യമായിട്ട് ഇൻഡർസ്റ്റേറ്റ് ഇഷ്യൂസും കാര്യങ്ങളും പരിഹരിക്കുക. എ കൺസേർട്ടഡ് എഫേർട്ട് ടു എക്സ്പ്ലോർ ന്യൂ റിസോഴ്സ് ഓഫ് നോൺ ടാക്സ് റവന്യൂ നീഡഡ് ടു ബി ഇനീഷ്യേറ്റഡ്. നോൺ ടാക്സ് റവന്യൂ എന്ന് പറയാം ഫൈന്, ഫീസ് അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ. സോ ഇത് കൂടാതെ വേറെ എന്തൊക്കെ പറ്റുമോ അതൊക്കെ ഗവൺമെൻറ് പരമാവധി ചെയ്യാൻ വേണ്ടി ശ്രമിക്കും അല്ലേ. നമ്മുടെ MVDയൊക്കെ എന്താണ് പുതിയ റൂൾസും കാര്യങ്ങളും കൊണ്ടുവന്നിട്ട് ഫൈനൊക്കെ അങ്ങ് കൂട്ടുക ഒരു പരിപാടി തന്നെയാണ്. അലോങ് വിത്ത് all effort to raise a resource through tax and non-tax resources, the state also need to focus on rationalization of expenditure, especially revenue expenditure. നമ്മൾ ഇതൊക്കെ വരുമാനം നമ്മൾ കൂട്ടിയിട്ട് മാത്രം കാര്യമില്ല, നമ്മുടെ ചെലവ് എന്താണ് കൺട്രോൾ ചെയ്യണം അല്ലേ. നമുക്കിപ്പോൾ എത്രയാണ്, ഒരു മാസം നിങ്ങൾക്ക് 10,000 രൂപ നിങ്ങളുടെ കയ്യിൽ വരുമാനം, അതിൽ 8,000 രൂപ എന്താണ്, 8,000 രൂപ നിങ്ങൾ ചിലവഴിക്കുന്നു, 2,000 രൂപ നിങ്ങൾ സേവ് ചെയ്യുന്നു. ഇനി അത് 50,000 രൂപയായ സമയത്ത് നിങ്ങൾ എന്താണ് അതിലൊരു 45,000 രൂപ ചിലവഴിക്കുന്നു, 5,000 രൂപ നിങ്ങൾ സേവ് ചെയ്യുന്നു. ഇനി 1,00,000 രൂപ നിങ്ങൾക്ക് കിട്ടുന്ന സമയത്താണ് ചിലപ്പോൾ 1,10,000 നിങ്ങൾ ചിലവ് ചെയ്യും, ബാക്കി എന്താണ് -10,000 രൂപ കടം വാങ്ങേണ്ടതായിട്ട് വരും അല്ലേ. നമുക്ക് ഈ പറയുന്ന രീതിയിൽ വരുമാനം കൂടി എന്ന് കരുതിയിട്ട് നമ്മുടെ എന്താണ്
നമുക്കൊരു ബാധ്യത ഇല്ലാതെ അല്ലെങ്കിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്ന് ഒരു നിർബന്ധവുമില്ല. വരുമാനം കൂടുന്നതിന് കണക്കായിട്ട് ചെലവ് കൺട്രോൾ ചെയ്യാൻ കൂടി നമ്മൾ ശ്രമിക്കണം അല്ലേ. അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞത്. ഗവൺമെൻറ് എത്ര വരുമാനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ആ വരുമാനത്തിനനുസൃതമായുള്ള ചെലവ് ചെയ്യാനും ഗവൺമെൻറ് പഠിക്കണം, ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട്. വേരിയസ് കമ്മിറ്റീസ് ഇൻക്ലൂഡിംഗ് ദ പബ്ലിക് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റീസ് അപ്പോയിന്റഡ് ബൈ ഗവൺമെൻറ് ഹാവ് റിവ്യൂഡ് ദ പാറ്റേൺ ഓഫ് എക്സ്പെൻഡിച്ചർ ആൻഡ് മെയ്ഡ് സജഷൻ ഫോർ റേഷനൈസിങ് ഇറ്റ്. ഇത്തരത്തിൽ എന്താണ് ഡിഫറെൻറ്റ് കമ്മിറ്റീസ് അല്ലെ ഗവൺമെൻറ് ചെലവുകളുമായിട്ട് ബന്ധപ്പെട്ട് എത്ര ചെലവ്, എന്തിനൊക്കെ അഴിമതി ഇഷ്യൂസ് ഉണ്ട്, അതൊക്കെ നോക്കാൻ വേണ്ടി കമ്മിറ്റീസും കാര്യങ്ങളും നിയോഗിക്കുന്നു. അവർ കൃത്യമായിട്ട് അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളും നൽകുന്നു അല്ലേ. ഇൻ ദ വേക്ക് ഓഫ് ഡിക്ലൈനിങ് റിസോഴ്സ് ആൻഡ് റൈസിങ് എക്സ്പെൻഡിച്ചർ പ്രയോറിറ്റൈസ് ഐറ്റംസ് ഓഫ് എക്സ്പെൻഡിച്ചർ അസ്യൂം സിഗ്നിഫിക്കൻറ്റ് ഇമ്പോർട്ടൻസ്. അതായത് ഗവൺമെൻറ് സപ്പോസ് വരുമാനം കുറവാണ്, നമ്മുടെ ഇന്ത്യയിലൊക്കെ പൊതുവെ എന്താണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് നമ്മൾ ഡെഫിസിറ്റ് ബഡ്ജറ്റിംഗ് എന്ന് പറയും അല്ലേ. കാരണം എന്താണ്, ഗവൺമെൻറ്റിൻ്റെ അവസാനം ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ട് നമ്മൾ വായിക്കുമ്പം അവിടെ വരുമാനം കുറവും ചിലവ് കൂടുതലാണ്. സോ അത്തരത്തിൽ ഡെഫിസിറ്റ് ബഡ്ജറ്റ് എന്ന രീതിയിൽ പറയാറുണ്ട്. സോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് എന്താണ് ഗവൺമെൻറ് ഈ ഒരു ഓരോ റിസോഴ്സ് മൊബിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രയോറിറ്റിയും കാര്യങ്ങളും നൽകേണ്ടതായിട്ട് വരും. ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകി അതിലൂടെ വരുമാനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് പല റിസോഴ്സും ശ്രമിക്കേണ്ടതായിട്ട് വരും. എഫേർട്ട് നീഡ് ടു ബി ടേക്കൺ ഇൻ ടു augment resource by tapping low-cost rural infrastructure development funds of NABARD and ഫണ്ട്സ് അണ്ടർ CSS ആൻഡ് സെൻട്രൽ സ്കീംസ്. ഇത്തരത്തിൽ എന്താണ് ഓരോ പ്രദേശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ലോ കോസ്റ്റ് റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കാര്യങ്ങളും ഗവൺമെൻറ് ചെയ്യേണ്ടതായിട്ട് വരും. ഇത്രയുമാണ് നമുക്ക് പ്രധാനമായിട്ട് ചർച്ച ചെയ്യാനുള്ളത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ എനിക്കറിയാം ക്ലാസ് ചിലപ്പം കേട്ടിരിക്കുമ്പോൾ നല്ല ബോറിംഗ് ആയിരിക്കും, കാരണം റിസോഴ്സ് മൊബിലൈസേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക് നമുക്ക് തന്നിട്ടുണ്ട്. മെയിനായിട്ട് നിങ്ങൾ ഗൂഗിളിൽ ഇരുന്ന് തപ്പിക്കഴിഞ്ഞാൽ റിസോഴ്സ് മൊബിലൈസേഷനെ കുറിച്ചിട്ട് കേരളത്തിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഒരുപാട് കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. അതിൽ കിട്ടുന്ന കാര്യം നിങ്ങൾക്ക് ഇതൊന്നുകൂടെ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് 5 ഇയർ പ്ലാൻ ഉണ്ടല്ലോ കേരളത്തിൽ, അതിൽ 5 ഇയർ പ്ലാൻ 2020 to 27 പീരീഡിലുള്ള 14th 5 ഇയർ പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ടിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ ഈ പറഞ്ഞ ഡാറ്റാസ് ഒക്കെ അവിടെ കാണാം. സോ ഇത് തന്നെയാണ് ആ ഒരു റിപ്പോർട്ട്. എക്കണോമിക് റിവ്യൂ ഞാൻ ഓൾറെഡി പറഞ്ഞു, എക്കണോമിക് റിവ്യൂ ലേറ്റസ്റ്റ് വന്ന കഴിഞ്ഞ 2024 എക്കണോമിക് റിവ്യൂവിലെ ഡാറ്റ നമ്മൾ എഴുതുന്നുണ്ട്. അത് തന്നെ പലപ്പോഴും കഴിഞ്ഞ പല പരീക്ഷക്കും കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് അവരിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു നമ്മുടെ 5 ഇയർ പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ടും നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് തന്നെ പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കും. സോ എന്താണ് റിസോഴ്സ് മൊബിലൈസേഷൻ എന്ന് പറഞ്ഞു, അതുമായിട്ട് ബന്ധപ്പെട്ട നാച്ചുറൽ റിസോഴ്സ്, ഹ്യൂമൻ റിസോഴ്സ് രണ്ടിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ചലഞ്ചസ് അല്ലെ 14th 5 ഇയർ പ്ലാൻ പീരീഡിൽ റിസോഴ്സ് മൊബിലൈസേഷനിൽ നമ്മൾ നേരിടേണ്ടി വരുന്ന ആ ഒരു ഫണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ചലഞ്ചസിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. അതിനുശേഷം ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില അസംഷൻസ്, ഗവൺമെൻറ് ഇന്ന കാര്യം ഇങ്ങനെ നടന്നാൽ മാത്രമേ മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റത്തുള്ളൂ എന്ന ചില അസംഷൻസ് ഗവൺമെൻറ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി എന്താണ് ചില റെക്കമെൻഡേഷൻസും അവിടെ കൊണ്ടുവന്നു അല്ലേ. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് നോക്കാനുള്ളത്. ഈ ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോവുക. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതിൽ ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാകും, കാരണം അത്രയും ബോറിംഗ് ആയുള്ളൊരു ടോപ്പിക്കാണ്. ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ബാക്കിയുള്ളത് പറഞ്ഞു പോകുന്നത് പോലെ വളരെ വലിയ രീതിയിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നണമെന്നില്ല. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത് എന്തെങ്കിലും മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് വന്ന് ഡൗട്ടായിട്ട് തന്നെ ചോദിക്കുക, മടിയൊന്നും വേണ്ട. കൃത്യമായിട്ട് ആ ഒരു ഡൗട്ട് ഒന്ന് മെൻഷൻ ചെയ്തിട്ട് പറഞ്ഞാൽ മതി. അല്ലാതെ എന്താണ് ഈ ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല എന്ന രീതിയിൽ പറയാൻ നിൽക്കേണ്ടത്. നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് ആ ഒരു മനസ്സിലായ കാര്യങ്ങൾ, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ ഓക്കെ, ആ ഒരു ഡൗട്ടും കാര്യങ്ങളും കൃത്യമായിട്ട് ചോദിച്ചാൽ മുന്നോട്ടേക്ക് പോവുക. നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക്